ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്ത് തുറന്ന് പ്രിയ കർത്തൃദാസൻ ദൈവവചനത്തെ ശുശ്രൂഷിക്കാം. ഇന്ന് പകൽ ദൈവമേ എന്നോട് സംസാരിക്കണമെന്നുള്ള ഒരു വലിയ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്ഥലായിരിക്കുക തുറന്നുള്ള ദൈവവചന ശുശ്രൂഷയ്ക്കായി ബഹുമാനിയ കർത്തൃദാസൻ പാസ്റ്റർ അനീഷ് ഏലപ്പാറയെ ബഹുമാനപൂർവ്വം മുൻപോട്ട് ക്ഷണിക്കുന്നു. കരങ്ങളെ അടിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്യുക, ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. മനോഹരമായ നല്ല ദിവസത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥനയുടെ 18ാമത്തെ ദിവസം രാവിലെ സമയം നിങ്ങളെ അഭിസംബോധന ചെയ്യുവാനും നിങ്ങളോടൊപ്പം എൻ്റെ ഒരു ദിവസം ആയിരിക്കുവാനും കർത്താവ് ഒരുക്കിയ സാവകാശങ്ങൾക്കായിട്ട് സ്തോത്രം. മനോഹരമായ ദിവസത്തിൽ കർത്താവിൻ്റെ വചനം അറിയിക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ച ബഹുമാന്യ സഭയ്ക്കും ബഹുമാന്യ പാസ്റ്റർക്കും അദ്ദേഹത്തോടൊപ്പമായിരിക്കുന്ന ബഹുമാന്യത ശ്രേഷ്ഠരുമായിട്ടുള്ള ദിവദാസന്മാർ എല്ലാവർക്കും വന്ദനം ചെയ്യുന്നു. പ്രിയ സി പി മോനായിച്ചാന്, അതുപോലെ പ്രിയ ദുരൂപൻ സാറ്, മറ്റ് ബഹുമാന്യ ദിവദാസന്മാർ, ദൈവമക്കൾ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. സുന്ദരമായ ഈ വാസപ്രാർത്ഥനയുടെ കഴിഞ്ഞ 17 ദിവസങ്ങൾ അനുഗ്രഹമായി നടന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ചില മെസ്സേജുകൾ എനിക്കും യൂട്യൂബിൽ കൂടെയൊക്കെ ശ്രദ്ധിക്കാനായിട്ട് കർത്താവ് അവസരമൊരുക്കി. എല്ലാത്തിനുമായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതിനു മുമ്പ് എനിക്ക് ഒരു പ്രാവശ്യം ചില വർഷങ്ങൾക്ക് മുമ്പ് ഈ സഭയിൽ കടന്നു വരാൻ കർത്താവ് അവസരം ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇന്നാണ് ഇങ്ങനെ ഒരു അവസരം ദൈവം ഒരുക്കുന്നത്. രാജീവ് പാസ്റ്ററെ ഓർത്തും തൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്തും ഞാൻ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വളരെ ആത്മീയമായ സന്തോഷം നിങ്ങൾ പ്രാപിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ മരുഭൂമിയിൽ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ, പ്രാർത്ഥനയോടെ ദൈവകൃപയോടെ ആയിരിക്കാൻ കഴിയുന്ന അനുഭവങ്ങൾ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. നീ എനിക്കൊരു സങ്കേതവും ശത്രുവിൻ്റെ നേരെ ഉറപ്പുള്ള ഒരു ഗോപുരവുമായിരിക്കും. മനുഷ്യ ശരീരത്തിൽ മനുഷ്യന് മാനസികമായ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഓടിച്ചെന്നിരിക്കാനായിട്ട് നമുക്ക് കൊള്ളാവുന്നൊരു സ്ഥലം കർത്താവിൻ്റെ സന്നിധി മാത്രമാണ്. ഇവിടെ എല്ലാ കേസും എടുക്കും, ഇവിടെ മാത്രമേ ഉള്ളൂ. എല്ലാ കേസും എടുക്കുന്ന സ്ഥലം ഇവിടെ മാത്രമേ ഉള്ളൂ. തിരുവല്ല എന്ന് പറഞ്ഞാൽ ഒത്തിരി ഹോസ്പിറ്റലുകളുള്ള നാടാണ്. തിരുവല്ലയിലെ ഒത്തിരി ഹോസ്പിറ്റലുകളുള്ള നാടാണ്. എല്ലാ ഹോസ്പിറ്റലിലും ഒത്തിരി ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഓർത്തോ, അതുപോലെ ഗൈനക്ക്, പല ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കേസുകൾ ആ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ. ഉടനെ അവർക്ക് പറ്റാത്ത കേസാണെങ്കിൽ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അവർ കൈമാറ്റം ചെയ്യും, അങ്ങോട്ട് പോകാൻ പറയും. ഇത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല, അടുത്ത ഡിപ്പാർട്ട്മെൻറ്റാന്ന് പറയും. അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റുകൾ പലതുണ്ട്, അവിടെ ഇങ്ങനെ മാറി മാറി വിടും. പക്ഷേ ദൈവസന്നിധിയുടെ പ്രത്യേകത, ഇവിടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എടുക്കും. പ്രൈസ് ദി ലോർഡ്. എല്ലാ കേസും പിടിക്കും. ഒരു മനുഷ്യനെ സംബന്ധിക്കുന്ന എല്ലാ കേസും ഇവിടെ പിടിക്കും. പ്രൈസ് ദി ലോർഡ്. കൈയൊടിഞ്ഞതോ, കാലൊടിഞ്ഞതോ, തലവേദനയോ, രോഗമോ, ഇനി കടഭാരമോ, മാനസിക പ്രയാസമോ, ഒരു മനുഷ്യനെ അലട്ടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണോ അതെല്ലാം മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ് തേടി പോകണ്ട. സകല കാര്യങ്ങളും ഡിപ്പാർട്ട്മെൻറ്റ് വഹിക്കുന്നതൊന്ന് ഇവിടെ നമുക്ക് വേണ്ടി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈശ്വരൻ വിശ്വസിക്കുന്നുണ്ട്. ഒരുമിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രതീക്ഷയോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞാനൊരു കൊച്ചു മെസ്സേജാണ് നിങ്ങളുമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിന് ഞാൻ വായിക്കാൻ വന്ന ബൈബിൾ വാക്യം വളരെ പരിചയമുള്ള വാക്യമാണ്. യാക്കോബിൻ്റെ ലേഖനമാണ്. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 2 വാക്യങ്ങൾ. നിങ്ങൾക്ക് ഈ പരിചയമുള്ള വാക്യം വായിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ തന്നെ ആ പ്രസംഗത്തിൻ്റെ കൺക്ലൂഷനിലേക്ക് വരും. അങ്ങനെ വരരുത്. ഇങ്ങനെയുള്ള സമയത്ത് പരിചയമുള്ള വാക്യങ്ങൾ വായിച്ചാൽ അങ്ങനെ ഒരു അപകടമുണ്ട്. എന്നാൽ അങ്ങനെയൊന്നും അല്ല. നമുക്ക് ശാന്തമായിട്ട് വചനം ഒന്ന് കേൾക്കാം. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം, അതിൻ്റെ 2 വാക്കുകളാണ് എനിക്ക് വേണ്ടത്. ഒന്ന് 15-ാമത്തെ വാക്യം, മറ്റൊന്ന് അതിൻ്റെ 16-ാമത്തെ വാക്യം. 2 വാക്യങ്ങളാണ് നമുക്ക് വേണ്ടത്. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യവും അതിൻ്റെ 16-ാമത്തെ വാക്യം. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഞാൻ പറഞ്ഞ മുൻവിധി ഒന്നുമില്ലെങ്കിൽ നമുക്കിന്ന് പകൽ ഈ വചനത്തിലിട്ട് ശ്രദ്ധിക്കാം. എൻ്റെ പ്രാർത്ഥന മുറിയിൽ എനിക്ക്
കർത്താവ് നൽകിയ ചില ചിന്തകൾ വളരെ ശാന്തമായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഭയങ്കര ചൂടാണ് വെളിയിൽ, അതിൻ്റെ ഒരു പ്രഷർ അകത്തുമുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഇങ്ങനെ സഹിച്ചും ശ്രദ്ധിച്ചും ഒക്കെ ഇരിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ ചെറിയ കാര്യമല്ല. ഒരു റിസ്ക്, ഇതിൻ്റെ പിമ്പിൽ ഒരു എഫേർട്ട് നമ്മളെടുത്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും അടുത്ത 1.5 മണിക്കൂർ ഒന്ന് ശ്രദ്ധിച്ച് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം എന്ന് ഞാൻ ചിന്തിക്കുന്നു. എനിക്കറിയാം കർത്താവ് ഇന്ന് പകൽ നമ്മോട് സംസാരിക്കും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആഗ്രഹത്തോടെ വന്നിട്ടുള്ളവരോട് ദൈവം സംസാരിക്കും, അതിനകത്ത് എനിക്ക് നല്ല ഉറപ്പാണ്. പ്രൈസ് ദി ലോർഡ്. വളരെ വളരെ മനോഹരമായൊരു ലേഖനമാണ് യാക്കോബിൻ്റെ ലേഖനം. യാക്കോബിൻ്റെ ലേഖനത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത, ലേഖനം മാത്രമല്ല, ലേഖനമെന്ന് പറയുന്നത് പ്രവർത്തികൾ കൂടെ, വിശ്വാസം മാത്രമല്ല പ്രവർത്തികൾ കൂടെ വേണം എന്ന് പറയുന്ന ഒരു നല്ല ലേഖനമാണ്, നല്ലൊരു പുസ്തകമാണ് യാക്കോബിൻ്റെ ലേഖനം. യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യനെ എന്നെ ഇംപ്രസ് ചെയ്ത്, എന്നെ സ്വാധീനിക്കാൻ കാരണമുണ്ട്. നമ്മൾ ചില വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മളെ സ്വാധീനിക്കും. ചില വാക്യങ്ങളൊക്കെ പ്രസംഗത്തിന് വേണ്ടി നമ്മൾ എടുക്കുമ്പോൾ നമ്മളെ സ്വാധീനിക്കും. നമ്മളെ സ്വാധീനിക്കുന്ന വാക്യങ്ങളാണ് നമ്മൾ പ്രസംഗത്തിന് വേണ്ടിയൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഈ പുസ്തകം, ഈ ലേഖനം എന്നെ സ്വാധീനിക്കാനുള്ള ഒന്നാമത്തെ കാരണം യാക്കോബ് തന്നെയാണ്. യാക്കോബിനെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ ഭാഗം പഠിച്ചാൽ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പറയുക മാത്രമല്ല, പറയുന്നത് പ്രവൃത്തിയിൽ കൊണ്ടുവരണമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരു പാസ്റ്ററാണ്. പ്രവൃത്തിയിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ സ്നേഹത്തെക്കുറിച്ച് പറയുന്നതിനേക്കാൾ യാക്കോബിന് ഇഷ്ടം സ്നേഹിക്കുന്നതാണ്. എൻ്റെ കൂടെ നിങ്ങളുണ്ടോ? സ്നേഹത്തെക്കുറിച്ചൊക്കെ വാതോരാതെ പറയുന്നതിനേക്കാൾ യാക്കോബിന് ഇഷ്ടം അത് സ്നേഹിച്ച് കാണിക്കുന്നതാണ്. ഒരുപക്ഷെ 1 മണിക്കൂർ പ്രസംഗിക്കുന്നതിനേക്കാൾ 2 പേരെ ഒന്ന് സ്നേഹിക്കാൻ പറ്റിയാൽ ആ സ്നേഹിക്കുന്നത് കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാകും അത് വലിയൊരു കാര്യമാണെന്ന്. അങ്ങനെ പ്രവൃത്തിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു നല്ല മനുഷ്യൻ. സ്നേഹത്തെക്കാൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രസംഗിക്കുന്ന അതിനേക്കാൾ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. യേശുക്രിസ്തു പറഞ്ഞതുപോലെ നിന്റെ വസ്ത്രം എടുക്കാൻ ആഗ്രഹിക്കുന്നവന് നിന്റെ പുതപ്പോടെ വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്ന ആളാണ് യാക്കോബ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം അദ്ദേഹം അങ്ങനെ പറയുന്നത് വിശ്വാസം മാത്രമല്ല, അത് പ്രവൃത്തി കൂടെ വേണം. സ്നേഹം പ്രസംഗിച്ചാൽ പോലെ സ്നേഹം ഉണ്ടാവണം, പ്രാർത്ഥന പ്രസംഗിച്ചാൽ പോലെ പ്രാർത്ഥന ഉണ്ടാവണം. പരോപകാരം, സഹിഷ്ണുത, ഇന്ദ്രിയ ജയം തുടങ്ങിയവയെ കുറിച്ച് പ്രസംഗിച്ചാൽ പറയുക മാത്രമല്ല, പറയുന്നത് പ്രവൃത്തിയിൽ കൂടെ കൊണ്ടുവരണമെന്ന് പ്രസ്താവിക്കുന്ന ഒരു നല്ല മനുഷ്യൻ. ഇനി രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത്, ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ വാക്ക് നന്നാകണമെങ്കിൽ, ഇങ്ങോട്ട് നോക്കൂ, വാക്ക് ഈ നമ്മളെ ഒരു മനുഷ്യനെ കൊള്ളാവെന്നും കൊള്ളത്തില്ലെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വാക്കുകൾ കൊണ്ടാണ് അല്ലേ? ഒരു മനുഷ്യൻ അയാൾ നല്ല മനുഷ്യനാണ് കേട്ടോ, ആ അച്ഛനെ പോലൊരു തങ്കപ്പെട്ട മനുഷ്യൻ എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്ന വാക്കുകളുടെ അടിസ്ഥാനത്തിൽ കൂടാ. പ്രവൃത്തി മാത്രമല്ല, വാക്കുകൾ, നല്ല വാക്കുകൾ പറയുകയാണെങ്കിൽ നമ്മൾ പറയും അച്ഛനെ പോലെ നല്ലൊരു മനുഷ്യൻ. ചിലർ നമ്മൾ ഉൾക്കൊള്ളത്തില്ല, നമ്മളെ അംഗീകരിക്കത്തില്ല, മോശമായ വാക്കുകൾ പറയും. അപ്പം നമ്മൾ എന്താ പറയും? ഓ, ആ മാമയോട് നമുക്ക് അടുക്കാൻ പറ്റത്തില്ല, കാരണം അടുത്തു പോയാൽ നമ്മളെ മുറിപ്പെടുത്തുന്ന വാക്ക് എന്ത് ചെയ്യത്തുള്ളൂ, പറയത്തുള്ളൂ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഡിഗ്നിറ്റി, ലിസൺ, വ്യക്തിത്വം, ക്വാളിറ്റി വെളിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് എന്ത്? വാക്കൂടെ അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണോ? അങ്ങനെയാണ്. സ്തോത്രം. അപ്പോൾ ഇവിടെ യാക്കോബ് പറയുന്നത്, ഒരു മനുഷ്യൻ്റെ വാക്ക് നന്നാകണമെങ്കിൽ, നല്ല വാക്ക് പറയണമെങ്കിൽ അയാൾക്ക് മൊത്തത്തിൽ മാറ്റം വരണമെന്നില്ല, പിന്നെ അയാൾക്ക് നാക്ക് മാറ്റിയാൽ മതി. മനസ്സിലാക്കുന്നുണ്ടോ? വാക്ക് നന്നാകണമെങ്കിൽ നാക്ക് നന്നായാൽ മതി എന്ന് പഠിപ്പിച്ചിട്ടുള്ള ഒരു കൊച്ച മനുഷ്യൻ. അപ്പം നിങ്ങൾ ഓർക്കും, എൻ്റെ മുന്നേ കഴിഞ്ഞ 17 ദിവസം എത്രയോ ഗഹനമായ ദൂതുകൾ സംസാരിച്ചു. ഈ ക്ലോസിംഗ് സെക്ഷനിൽ വന്നിട്ട് ഈ നാക്കും വാക്കും ഒക്കെയാണോ ഈ മനുഷ്യൻ പറയുന്നത് എന്നൊക്കെ ചിന്തിക്കും. അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. ഈ പറഞ്ഞ പോലെ കർത്താവ് നമുക്ക് നൽകുന്നതല്ലേ പറയാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. നമുക്ക് നൽകുന്ന നിയോഗമല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ നിയോഗം അനുസരിച്ച് ഞാൻ കുറേ കാര്യങ്ങൾ ഇന്ന് പകൽ പറയണമെന്നുള്ള ചിന്തയല്ല ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ വാക്കുകൾ മോശമാണെങ്കിൽ വിഷമിക്കേണ്ടതില്ല, അയാളുടെ നാക്ക് നന്നാകാൻ മാത്രം പ്രാർത്ഥിച്ചാൽ മതി. സ്തോത്രം. വേറെ ഒന്നിനും പ്രാർത്ഥിക്കേണ്ട. അത് നന്നായാൽ പിന്നെ അവിടെ നല്ലത് എന്ത് ചെയ്യത്തുള്ളൂ, വരത്തുള്ളൂ. എലീശ പ്രവാചകന്റെ കാലത്തിൽ കുറെ ആൾക്കാർ വന്ന് പറഞ്ഞു, യജമാനനെ സുന്ദരമായ ഒരു പട്ടണമാണ്, പട്ടണത്തിൻ്റെ ഇരിപ്പ് മനോഹരമാണ്, പക്ഷെ ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ദേശം അത്ര നല്ലതല്ല, അത് ഗർഭനാശകമാണ്. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഒരു തളിക കൊണ്ടുവരാമോ? ഒരു തളിക ചോദിച്ചു, എന്തിനാ? ഒരു പുതിയ തളിക കൊണ്ടുവന്നാട്ടെ. അപ്പോൾ ഒരു പുതിയ തളിക കൊണ്ടുവന്നു. അതിനകത്ത് കുറച്ച് ഉപ്പിടാൻ പറഞ്ഞു. ഉപ്പിട്ടേച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇത് ചെന്നിട്ട് ഇതിൻ്റെ വെള്ളം കയ്പാകയാൽ അതിൻ്റെ ഉറവ
ഉറവയിൽ കൊണ്ടിടാൻ പറഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? അതിൻ്റെ ഉത്ഭവ സ്ഥാനത്തിടാൻ പറഞ്ഞു. അപ്പൊ അതിൻ്റെ ഉത്ഭവ സ്ഥാനത്തിട്ടപ്പോ ആ പ്രശ്നത്തിന് എന്ത് വന്നു? പരിഹാരം വന്നു. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ടോട്ടലി ഒരു മാറ്റം വരണമെങ്കിൽ ഉത്ഭവ സ്ഥാനത്തിനൊരു മാറ്റം ഉണ്ടായാൽ മതി. മനസ്സിലായവർക്കായി കർത്താവിന് സ്തോത്രം. അങ്ങനെ എന്തായാലും വളരെ നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ടുള്ള എല്ലാ പുസ്തകവും അങ്ങനെയാണ്. ഇത് യാക്കോബ് പ്രത്യേകിച്ച് പ്രാക്ടിക്കൽ കാര്യങ്ങൾ കുറച്ചേറെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ആളാണ്. സ്തോത്രം. അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞു വന്ന കൂട്ടത്തിൽ 5-ാം അധ്യായത്തിൽ 2 പ്രാർത്ഥന അദ്ദേഹം പറയുന്നത്. സ്തോത്രം. ഇതൊക്കെ 1-ാം ദിവസം പറയേണ്ടതല്ലയോ? ആന്നു. പക്ഷെ എന്നെ വിളിച്ചത് 18-ാം ദിവസമാണ്. 1-ാം ദിവസമാണ് ഞാൻ ആ കാര്യം ചർച്ച ചെയ്തേനെ. അപ്പൊ 18-ാം ദിവസമായതുകൊണ്ടാണ് ഞാൻ ആ കാര്യം പറയുന്നത്. 2 പ്രാർത്ഥനയെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. യാക്കോബിന്റെ 2 പ്രാർത്ഥനകളിൽ 1-ാമത്തെ പ്രാർത്ഥന അദ്ദേഹം പറയുന്നു, എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ എന്ത് ചെയ്യുന്നു? രക്ഷിക്കുന്നു. അങ്ങനല്ലയോ? പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കുന്നു. അപ്പൊ ആ പ്രാർത്ഥനയ്ക്ക് ഞാനൊരു പേരിടാൻ പോവാ. ഇങ്ങോട്ട് നോക്കൂ. ഒരു പ്രാർത്ഥനയ്ക്ക് പേരിടാൻ പോവാണ്. അതിന്റെ പേര് രക്ഷാകരമായ പ്രയർ. മനസ്സിലാകുന്നുണ്ടോ? ഒന്ന് പറഞ്ഞേ, രക്ഷാകരമായ പ്രാർത്ഥന. അതരം തുറന്ന് പറഞ്ഞ്, രക്ഷാകരമായ പ്രാർത്ഥന. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കുന്നു. അപ്പൊ യാക്കോബ് പറഞ്ഞിരിക്കുന്ന 1-ാമത്തെ പ്രാർത്ഥനയുടെ പേര് രക്ഷാകരമായ പ്രയർ. മനസ്സിലാകുന്നുണ്ടോ? ആ പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്നാണെന്നറിയാമോ? അങ്ങോട്ട് നോക്കൂ. ആ പ്രാർത്ഥനയുടെ ബേസ് എന്ന് പറയുന്നത് യാക്കോബ് പറയുന്നത് ഫെയ്ത്ത് ആണ്, വിശ്വാസമാണ്, അല്ലേ? രക്ഷാകരമായ പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസമാണ്. ഹല്ലേലൂയ. അപ്പൊ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന രക്ഷിക്കും. ദീനക്കാരനെ മാത്രമല്ല രക്ഷിക്കും. ഏത് പ്രതിസന്ധിയിൽ അകപ്പെട്ടവനെയും രക്ഷിക്കുന്ന പ്രാർത്ഥനയാണ് വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായിട്ട് കർത്താവിനെ ഇന്ന് പകൽ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഏത് രോഗം മാത്രമല്ല, ഏത് വിഷയത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാധ്യമം പ്രാർത്ഥനയാണ്. പക്ഷെ ആ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകതയുള്ളത്, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയാണ്. വിശ്വാസമാണ് അതിന്റെ അടിസ്ഥാനം, വിശ്വാസമാണ് അതിന്റെ ബേസ്. ഭംഗിവാക്കല്ല, ഭാഷാ ശൈലിയല്ല, പ്രാസമല്ല. അതിന്റെ അടിസ്ഥാനം ഫെയ്ത്ത് ആണ്, വിശ്വാസമാണ്. അങ്ങനെയെങ്കിൽ ഈ പ്രാർത്ഥനയുടെ 18-ാമത്തെ ദിവസത്തിൽ പ്രാർത്ഥനയല്ല, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയാണെങ്കിൽ അതിന്റെ അവസാനം അത് രക്ഷയിൽ കലാശിക്കും. രക്ഷാകരമായ പ്രാർത്ഥന വിടുതലിൽ കലാശിക്കും. അത് വിശ്വസിക്കുന്നവർ ചേർന്ന് ഒരിക്കൽ കൂടി ആ കരമുയർത്തി ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ പ്രാർത്ഥനയിൽ അങ്ങനായിരുന്നു. ഇങ്ങനെ യെരിഹോവിൽ കൂടെ കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ കർത്താവിനെ വിളിച്ചു. അപ്പൊ പുറകെ നിൽക്കുന്നവർ മുമ്പിൽ നടക്കുന്നവരൊക്കെ പറഞ്ഞു, മിണ്ടാതിരിക്കെ. അപ്പൊ അയാൾ മിണ്ടാതിരുന്നില്ല. മിണ്ടാതിരിക്കാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ശബ്ദത്തിൽ എന്ത് ചെയ്തു? പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി, യേശുവേ ദാവീദ് പുത്ര. അപ്പൊ കർത്താവ് നിന്നെന്നാ വാക്യം. നിന്നിട്ട് ചോദിച്ചു, അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു അടുത്ത ചോദ്യം, ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരുവാൻ നീ ഇച്ഛിക്കുന്നു? ഉടനെ അദ്ദേഹം പറഞ്ഞു, റബ്ബുനി, എനിക്ക് കാഴ്ച പ്രാപിക്കണം. അടുത്ത വാക്യത്തിൽ ഇങ്ങനെയാണ്, നീ കാഴ്ച പ്രാപിക്കുക. നിന്റെ വിശ്വാസം എന്ത് ചെയ്യുന്നു? വിശ്വാസം മുഖാന്തരം അത് സൗഖ്യമായി പരിണമിക്കുന്നു. അപ്പൊ യേശുവിന്റെ മിനിസ്ട്രി മൊത്തം പഠിച്ചാൽ അതിനകത്ത് നടന്ന അത്ഭുതങ്ങളൊക്കെ തന്നെ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. മനസ്സിലാകുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു വലിയ പെന്തിക്കോസ്റ്റ് ചർച്ചിൽ വന്നിട്ട് വിശ്വാസത്തിന്റെ ആദ്യ പാഠത്തെ കുറിച്ച് പറയുന്നത് സത്യത്തിൽ പ്രയാസമുള്ള കാര്യമാണെന്നും അത് അത്ര ആപ്റ്റ് അല്ലെന്നും എനിക്കറിയാം. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? കൂടെ നമ്മൾ ഇതിനകത്താകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ ഫെയ്ത്ത് ആണ്. മനസ്സിലാകുന്നുണ്ടോ? ഈ ആലയിൽ കിടക്കുന്ന ആൾക്ക് ഈ തീപ്പൊരി കണ്ടാൽ പേടിയില്ല എന്ന് പറയുന്നത് പോലെ കൂടെ നമ്മൾ വിശ്വാസം പറഞ്ഞ് പലപ്പോഴും നമ്മുടെ വിശ്വാസം മാത്രത്തിൽ വർക്ക് ചെയ്യാറില്ല. എന്നാൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നത്, നീ എന്താ യാചിക്കുന്നു, എന്ത് അപേക്ഷിക്കുന്നു, അതിന്റെ പിന്നിൽ ആർക്കും തകർക്കാൻ കഴിയാത്ത ഒരു ഫെയ്ത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഒരുപക്ഷെ 18-ാമത്തെ ദിവസം നിന്റെ അന്തരീക്ഷത്തെ മാറ്റുന്ന ദിവസമായി മാറാം. ഒരുപക്ഷെ ഈ 18-ാമത്തെ പകൽ നിന്റെ ചരിത്രത്തെ മാറ്റുന്ന പകലായി മാറാം. ഒരുപക്ഷെ 18-ാമത്തെ പകൽ നീ കാത്തിരിക്കുന്ന നിന്റെ സബ്ജക്റ്റിന്റെ പൂർത്തീകരണത്തിന്റെ പകലായി മാറാം. വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ചേർന്ന് ഒരിക്കൽ കൂടി കർത്താവിനെ സ്തുതിക്കണം.
പ്രതികരിക്കാൻ നിയോഗമുണ്ടെങ്കിൽ ഇന്ന് പകൽ പ്രതികരിച്ചു തുടങ്ങണം. സ്തോത്രം പറയാൻ നിയോഗമുണ്ടെങ്കിൽ ഇന്ന് പകൽ സ്തോത്രം പറഞ്ഞു തുടങ്ങണം. ഒരുപക്ഷെ ഈ പകൽ നീ ചലിച്ചു തുടങ്ങിയാൽ, ഇന്നലത്തെക്കാൾ അമിതമായ ദൈവ സാന്നിധ്യം ഇന്ന് നിന്റെ മേൽ ഇറങ്ങി വന്നാൽ, ഒരുപക്ഷെ ഈ 18ാമത്തെ പകൽ മറക്കാൻ കഴിയാത്ത ആത്മീയ അനുഭവത്തിന്റെ കലവറകൾ തുറക്കുന്ന ദിവസമായി മാറിക്കൂടാ എന്നില്ല. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. യോഗത്തിന്റെ അവസാന സമയത്തേക്ക് പോകുമ്പോ വെളിപ്പെടുന്നതല്ല പരിശുദ്ധാത്മാവ്. അത് 10 മണിക്ക് പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ ഇവിടെ ചലിച്ചു തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് പകൽ നീ അത് നിന്റെ ശരീരത്തിൽ സെൻസ് ചെയ്യുന്നെങ്കിൽ, അങ്ങനെയുണ്ട്, നിന്റെ ശരീരത്തിൽ സെൻസ് ചെയ്യുന്നെങ്കിൽ, നിനക്കത് തിരിച്ചറിയാൻ കഴിയുന്നെങ്കിൽ, അത്തരം തുറന്ന് സ്തോത്രം ചെയ്യാൻ നിയോഗമുണ്ടെങ്കിൽ, ആത്മസാന്നിധ്യത്തിൽ ഇന്ന് പകൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുന്നെങ്കിൽ, ഒരുപക്ഷെ ഈ പകൽ നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരത്തിന്റെ പകലായി മാറും. ചേർന്ന് കരമുയർത്തി ഒരുമിച്ച് കർത്താവിനെ ഒന്നുകൂടെ ഒന്ന് സ്തുതിച്ചേ. അങ്ങനെയൊന്നും പോരാ, കരമൊന്ന് വീശി കർത്താവിനെ ഒരുമിച്ച് 12 വർഷം കൊണ്ട് രോഗം ബാധിച്ചിട്ട് സൗഖ്യമാകാത്തൊരു സ്ത്രീയെ കുറിച്ച് ബൈബിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ധാരാളം വൈദ്യന്മാരുടെ പിറകെ പോയെങ്കിലും അവർക്ക് സൗഖ്യമൊന്നും വന്നില്ല. മുതല് മുഴുവൻ പല വൈദ്യന്മാർക്ക് കൊടുത്തിട്ട് ഒട്ടും സൗഖ്യമില്ലാത്ത, നിവരാൻ പോലും കഴിയാത്തൊരു സ്ത്രീ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം ഇതാണ്: ഇതിലെ പോകുന്ന നസ്രായന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ എങ്കിൽ ഒന്ന് തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കും. പ്രാപിക്കുമായിരിക്കും, അങ്ങനൊന്നുമല്ല, ഞാൻ പ്രാപിക്കും. ഈ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ ഞാൻ തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കും എന്നവൾ ഉള്ളം കൊണ്ട് ചിന്തിച്ചു. ഉള്ളത്തിൽ ചിന്തിച്ചെന്നാണ്, ആരോടും പറഞ്ഞില്ല. ഇന്നലെ വരെ പോയതുപോലല്ല ഇന്നത്തെ എന്റെ യാത്ര. ഒരുപക്ഷെ ആ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കുമായിരിക്കും, ഒരുപക്ഷെ ശക്തി പുറപ്പെടുമായിരിക്കും എന്നൊന്നുമല്ല, ഞാൻ തൊട്ടാൽ വിടുതൽ പ്രാപിക്കും. അങ്ങനെ ആ വാക്യം അവിടെ ഫെയ്ത്ത് ആണ്. അവള് തൊട്ടു, അടുത്ത നിമിഷം ശക്തി പുറപ്പെട്ടെന്ന് വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവള് തൊട്ടു, ശക്തി പുറപ്പെട്ടു, ബാധയൊഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നിന്റെ വിശ്വാസം ഒന്ന് വർദ്ധിച്ചു കയറുന്നെങ്കിൽ, നിന്റെ അകത്തെ പ്രത്യാശയും വിശ്വാസവും ഒന്ന് പുറത്തു വരുന്നെങ്കിൽ, ഈ പകൽ നിന്റെ കൂടാരത്തെ വർഷങ്ങളായി അലട്ടുന്ന ചില മാനസിക വെല്ലുവിളികൾ, ചില ശാരീരിക വെല്ലുവിളികൾ ഇന്ന് പകൽ അഴിഞ്ഞു മാറുന്ന പകലാണെന്ന് ആത്മാവ് സംസാരിക്കുന്നുണ്ട്. പ്രതികരിക്കാൻ നിയോഗമുണ്ടെങ്കിൽ ഇന്ന് പകൽ പ്രതികരിച്ചു തുടങ്ങും. ഹല്ലേലൂയ. ചേർന്ന് കരമുയർത്തി ഒരുമിച്ച് ഹല്ലേലൂയ എന്ന് പറഞ്ഞ രക്തത്താല് ചെയ്യും. അപ്പോ രക്ഷാകരമായ പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്, എന്നെ കേൾക്കണേ, എന്റെ പ്രാണനെ ലിസൺ ടു മീ. രക്ഷാകരമായ പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഫെയ്ത്ത് ആണ്. യേശു 3.5 കൊല്ലം കൊണ്ട് 36-ലധികം അത്ഭുതങ്ങൾ ചെയ്തു. ആ അത്ഭുതങ്ങളുടെ പിന്നിൽ വെളിപ്പെട്ട അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഫെയ്ത്ത് ആണ്. മനസ്സിലാകുന്നുണ്ടോ? വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് രക്ഷാകരമായ പ്രാർത്ഥനയുടെ അടിസ്ഥാനം ഫെയ്ത്ത് ആണ്. അപ്പൊ വിശ്വസിച്ചുകൊണ്ട് നീ പ്രാർത്ഥിച്ചാൽ നിന്റെ നാക്ക് ചുരുട്ടി അകത്തോട്ടിടുന്നതിന് മുമ്പ് വിശ്വാസമാണെങ്കിൽ, വിശുദ്ധ ബൈബിൾ ഇങ്ങനെയാ പറയുന്നത്, വിശ്വസിച്ചുകൊണ്ട് നീ കമലയോട് മാറിപ്പോകാൻ പറഞ്ഞ് അത് സംഭവിക്കുമെന്നാ പറയുന്നത്. അത് ബൈബിളിൽ പറയുന്നത് കൊണ്ട് അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നുമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ 18ാമത്തെ പകൽക്കാലം അടങ്ങിയിരിക്കാനല്ല, ഇരിക്കേണ്ടവർക്ക് ഇരിക്കാം, പക്ഷേ അടുത്തിരിക്കുന്നവൻ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് നീ മിണ്ടാതിരിക്കരുത്. പിള്ളേരെ അമേരിക്ക വിട്ട് അവരുടെ കാശ് കൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്, പക്ഷെ നിന്റെ സാഹചര്യം അതല്ല. നിനക്ക് ഈ പ്രാർത്ഥന പിടിവള്ളിയാണ്, നിനക്ക് ഈ പ്രാർത്ഥന പിടിവള്ളിയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ അത് തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യാൻ നിയോഗമുണ്ടെങ്കിൽ, എനിക്കറിയാം ഒരു അസാധാരണ ദൈവ സാന്നിധ്യം ഇന്ന് പകൽ ഇതിനകത്ത് വ്യാപരിക്കപ്പെടുന്നുണ്ട്. ഒരു വലിയ ആത്മശക്തിയുടെ വ്യാപാരം ഇതിനകത്ത് ചലിക്കപ്പെടുന്നുണ്ട്. ഈ പകൽ നിന്നെ എടുത്തെറിയുന്ന, നിന്നെ ആള് മാറ്റുന്ന, നിന്റെ ഭാവത്തെ മാറ്റുന്ന, നിന്റെ ശുശ്രൂഷയെ മാറ്റുന്ന ഒരു അഭിഷേകത്തിന്റെ തലം ഈ 18ാമത്തെ പകലിൽ ഇതിനകത്ത് വ്യാപരിക്കപ്പെടുന്നുണ്ട്. തിരിച്ചറിയാൻ നിയോഗമുള്ളവർ ഈ പകൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങി.
Thank you, Lord. Ram Shanadi Antane Jagani Andara Udam Chanadigal Kama Samathanadi Andare. Hallelujah. യേശുവിന്റെ പ്രാർത്ഥനയുടെയൊക്കെ പിമ്പിലെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഫെയ്ത്താണ്. 38 കൊല്ലമായിട്ട് ഒരു കുളത്തിന്റെ കരയിൽ കിടക്കുന്ന രോഗിയോട് യേശു ചോദിച്ചു, നിനക്ക് സൗഖ്യമാവാൻ മനസ്സുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, മനസ്സിന്റെ കാര്യമല്ല, ഈ വെള്ളം കലങ്ങുമ്പോൾ എടുത്തിടാൻ ആരും വരുന്നില്ല, എടുത്തിടാൻ വരുന്നില്ല. ഞാൻ അങ്ങോട്ട് തനിയെ ചെല്ലുമ്പോൾ മറ്റൊരുത്തിന് എനിക്ക് മുമ്പ് എടുത്ത് ചാടുക, അപ്പൊ അതുകൊണ്ട് എനിക്ക് സൗഖ്യമാകാൻ കഴിയുന്നില്ല. അപ്പൊ ഇവന്റെ ഈ കോൺവെർസേഷന് മനസ്സിലായി, ഇയാൾക്ക് മനസ്സുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. ഉടനെ തമ്പുരാൻ പറഞ്ഞു, എന്നാ പിന്നെ ദൂതൻ വന്നാട്ടെ, കമോൺ ദൂതൻ, കലക്ക് കുളം, കലക്ക് വെള്ളം എന്നൊന്നും പറഞ്ഞില്ല. മനസ്സുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അടുത്ത വാക്യം, ഉണ്ടോ വിശ്വാസവും മനസ്സും ഉണ്ടോ? ഉണ്ട്. എന്നാ പിന്നെ നീ കിടക്കി എടുത്തുകൊണ്ട് പോവുക എന്നുള്ളതാ. 38 കൊല്ലം ഇന്നലത്തെ പോലെയായിരുന്നു മിനിഞ്ഞാന്നത്തെ പോലെയാണ് ഇന്നും. അങ്ങനെ ആയിരിക്കുമെന്ന് അവൻ ചിന്തിച്ച്, പക്ഷെ അവന്റെ പ്രതീക്ഷകൾക്കപ്പുറമായി ആ ദിവസം അവന്റെ ചരിത്രം മാറി. ആൾക്കാർ ഞെട്ടിപ്പോയി. എടാ, ഇത് അന്ത്രയോസ് അല്ലേ, ഇത് ഐനയോസ് അല്ലേ, ഇത് യാക്കോബല്ലേ? 38 കൊല്ലം ഒരു കുളത്തിന്റെ കരയിൽ കിടന്ന ആളല്ലേ ഇവനല്ലയോ ഈ കെട്ടെടുത്തോണ്ട് പോകുന്നത്? ഇവനല്ലേ കിടക്കെടുത്തോണ്ട് പോകുന്നത്? ദേശത്തിന് ആശ്ചര്യം വരുമാറ് ഒരു എഴുന്നേൽപ്പ് നിനക്ക് തരാൻ എന്റെ തമ്പുരാന്റെ കരം ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് മകൾ വിശ്വസിക്കാൻ നിയോഗമുണ്ടോ? ഒരു അസാധാരണ നിയോഗം ഞാൻ അനുഭവിക്കുന്നുണ്ട്. എന്റെ ശരീരത്തിൽ ഒരു അസാധാരണ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. ഇതിനകത്ത് ചിലരുടെ മേൽ ആത്മശക്തി പകരപ്പെടുന്നുണ്ടെന്ന് എനിക്ക് ആത്മാവിൽ സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ദൈവത്തെ സ്തുതിച്ചോ. നിന്റെ മുമ്പിൽ ശത്രു കൊട്ടി അടച്ച ചില വാതിലുകൾ ഇന്ന് രാത്രി ദൂതന്മാർ വെട്ടി തുറക്കുന്ന ഒരു പകലാണെന്ന് തമ്പുരാൻ സംസാരിക്കുകയാണോ? Jesus, in Jesus, in Jesus, in Jesus, in Jesus. യേശുവിന്റെ നാമത്തിൽ ചെയ്യാം, യേശുവിന്റെ നാമത്തിൽ ചെയ്യാം, യേശുവിന്റെ നാമത്തിൽ ചെയ്യാം. ഈ പ്രാർത്ഥനയുടെ തുടക്കം തന്നെ ആത്മാവിനോട് സംസാരിക്കുന്നുണ്ട്. നാളുകളായി ശത്രു കൊട്ടി അടച്ച ചില വാതിലുകൾ എന്റെ ദൈവത്തിന്റെ ദൂതന്മാർ ഇന്ന് പകൽ വെട്ടി തുറക്കുന്ന ദിവസമാണ് നിന്റെ മുന്നിൽ. നിരാശയുടെ പടവുകൾ കയറാനല്ല, പ്രത്യാശയുടെ പടവുകൾ കയറാൻ നിന്റെ കാലുകൾക്ക് ഇന്ന് പകൽ തമ്പുരാൻ ബലം നൽകുന്ന ദിവസമാണ്. Praise the Lord, praise the Lord. ചേർന്ന് കരമുയർത്തി ശക്തിയോടെ ഹല്ലേലൂയ എന്ന് പറഞ്ഞ എല്ലാവരും ചേർന്ന് പറ്റുമെങ്കിൽ കരമൊന്ന് വീശി ഒരുമിച്ച് ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. രക്ഷാകരമായ പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഫെയ്ത്താണ്. നമുക്ക് അറിയാവുന്ന പ്രാർത്ഥനയാണ്. പക്ഷെ എൻ്റെ പ്രസംഗ വിഷയം അതല്ല. എൻ്റെ പ്രസംഗ വിഷയം അടുത്ത പ്രാർത്ഥനയാണ്. എൻ്റെ പ്രസംഗ വിഷയം സ്തോത്രം. അത് നീതിമാന്റെ ശ്രദ്ധയുള്ള പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ലിസൺ, 2 പ്രയർ. 1 രക്ഷാകരമായ പ്രയർ, 2 ഫലകരമായ പ്രാർത്ഥന. മനസ്സിലാകുന്നുണ്ടോ? ഒന്നാമത്തെ പ്രാർത്ഥനയുടെ ബേസ് ഫെയ്ത്ത് ആണ്, വിശ്വാസമാണ്. എന്നെ ഞെട്ടിച്ചത് രണ്ടാമത്തെ പ്രാർത്ഥനയാ, അത് ഫലകരമാണ്. അതിന്റെ ബേസ് എന്നാന്നറിയാമോ? ഫെയ്ത്ത് അല്ല, അതിന്റെ ബേസ് ശ്രദ്ധ. എന്താണ് ശ്രദ്ധ? അറിയാമോ ശ്രദ്ധയുടെ പ്രത്യേകത? ഇവിടെ പാട്ട് തുടങ്ങിയിട്ട് കുറച്ച് മണിക്കൂറായില്ലേ? ശ്രദ്ധയോടെ പാടിയ എത്ര പേരുണ്ട്? പ്രസംഗം തുടങ്ങിയിട്ട് ഏകദേശം അരമണിക്കൂറായില്ലേ? ശ്രദ്ധിച്ച് കേട്ട എത്ര പേരുണ്ട്? ഇവിടെ വന്നിട്ട് 2 മണിക്കൂറായില്ലേ? ശ്രദ്ധിച്ച് പോരാടിയിട്ട് എത്ര സമയമുണ്ട്? വിട്ടുകളയുന്ന ഒരു കൊച്ചു വേട ശ്രദ്ധ. അറിയാമോ? ആ ശ്രദ്ധിച്ചുള്ള പ്രാർത്ഥന നാം ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായ ഒരു റിസൾട്ട് ഉണ്ടാക്കുമെന്ന് ഇന്ന് പകൽ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ നിയോഗമുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ ചേർന്ന് കരമുയർത്തി ഒരു ഹല്ലേലൂയ പറ.
അപ്പോൾ അച്ഛാ, ഫലകരമായ പ്രാർത്ഥനയും രക്ഷാകരമായ പ്രാർത്ഥനയും. രക്ഷാകരമായ പ്രാർത്ഥനയുടെ ബേസ് എന്ന് പറയുന്നത് ഫെയ്ത്ത് ആണ്, വിശ്വാസമാണ്, നമുക്കതറിയാം. എന്നാൽ രണ്ടാമത്തെ പ്രാർത്ഥന ഫലകരമാണ് എന്ന് പറഞ്ഞാൽ അത് നിഷ്ഫലമായി പോകത്തില്ല. എറിഞ്ഞിട്ടേക്കുമല്ല, ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പ് എറിഞ്ഞിട്ടേക്കുവോ, വന്നു വേണേ കൊള്ളട്ടെ, അങ്ങനല്ല. എറിഞ്ഞിട്ടേച്ച് പോവല്ല, പറഞ്ഞിട്ട് പോവല്ല, പിന്നെ ഫലവും കൊണ്ട് പോവുക. രക്തം ചെയ്യുക, ഷുഗർ മാറും ഷുഗർ മാറും ഷുഗർ മാറും എന്ന് പറഞ്ഞിട്ട് പോകുകയല്ല, മാറിയിട്ട് പോകും. രക്തത്താല് ചെയ്യുക. കെട്ടുകൾ പൊട്ടുമെന്ന് പറഞ്ഞിട്ട് പോവല്ല, പൊട്ടിയിട്ട് മാറും. ഫലകരമാണ്. വിശ്വസിക്കുന്നവർക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതിന്റെ അടിസ്ഥാനം എന്നറിയാമോ? അതിന്റെ ബേസ് എന്നറിയാമോ? ശ്രദ്ധ, കോൺസെൻട്രേറ്റഡ് പ്രയർ എന്ന് പറഞ്ഞാൽ നിന്നെ അലട്ടുന്ന വിഷയത്തെ മനസ്സിൽ കൊണ്ടുവന്ന് ദൈവസന്നിധി വെച്ച് അത് മാത്രം വെച്ചൊന്ന് പിടിച്ചു നോക്കിക്കേ. ഏറെ ലക്ഷ്യത്തിലേക്ക് പോകാതെ ഇന്ന് പകൽ അത് തൊട്ടു നോക്കിക്കേ. ഈ പകൽ ആ പ്രാർത്ഥനയുടെ അവസാനം എന്ന് പറയുന്നത് ഫലകരമായിരിക്കും. വിശ്വസിക്കുന്നവർക്കായി ഇന്ന് പകൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കറിയാം എന്റെ പ്രിയരെ, ഒരു വലിയ ദൈവസാന്നിധ്യം ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. ഇത് ചുമ്മാ കൈയടിച്ച് അവസാനിപ്പിക്കുന്ന യോഗമല്ല. എനിക്കറിയാം സ്തോത്രം. ഈ ദിവസങ്ങളിൽ പോകുന്ന കൺവെൻഷനുകൾ, യോഗത്തിലൊക്കെ ഏത് സബ്ജക്റ്റ് ആണോ പ്രസംഗിക്കുന്നത് അതിന്റെ പിമ്പിൽ വ്യാപരിക്കുന്ന ഒരു ആത്മാവിന്റെ സാന്നിധ്യം ഞാൻ പന്തലുകളിൽ കാണാറുണ്ട്. ഈ ദിവസങ്ങളിൽ പോകുന്ന ഒട്ടുമിക്ക യോഗത്തിലും പ്രസംഗിക്കുന്ന വിഷയത്തിന്റെ പിമ്പിൽ വ്യാപരിക്കുന്ന ദൈവാത്മാവിന്റെ ഒരു ലിറ്ററലി ആയിട്ടുള്ളൊരു സ്പർശനം ഞാൻ കാണാറുണ്ട്. അതിന്നും ഇതിനകത്തും കാണുന്നുണ്ട്. അങ്ങനെ കണ്ടിടത്തൊരിടത്തും ദൈവം നിഷ്ഫലമാക്കി വിട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഒരുപക്ഷെ നിന്റെ ദിവസമായിരിക്കുമെന്നാണ് ആത്മാവ് സംസാരിക്കുന്നത്. വിശ്വസിക്കുന്നവർക്കായി ഈ പകൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. കരമുയർത്തി സ്തോത്രം എന്ന് പറയാമോ ശക്തിയോട്? നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. കഴിഞ്ഞിടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്ത് തിരുവനന്തപുരത്ത് പ്രസംഗിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനും പോകാൻ എനിക്കൊരു അവസരമുണ്ടായി. ചില വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ പ്രസംഗം നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒരു വർഷിപ്പ് ഉണ്ടാകുമല്ലോ. അപ്പം ഇങ്ങനെ ആരാധിക്കുന്ന സമയത്ത് ഒരാൾ നല്ല ആരാധന വെളിപ്പെട്ടിട്ടു, പക്ഷേ ഒരു ആൻറ്റിയുടെ ആരാധന നിർത്തുന്നില്ല. അവരിങ്ങനെ, നമുക്കറിയാം ഈ ആത്മമണ്ഡലത്തിലെ കൈയടിയും അല്ലാത്ത അടിയും തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്ക് പാസ്റ്റർമാർക്കൊക്കെ തിരിച്ചറിയാൻ പറ്റും. ആത്മമണ്ഡലത്തിലെ അടിയാണെങ്കിൽ കീബോർഡ് നിർത്തിയോന്നോ സൗണ്ട് നിർത്തിയോന്നോ അടുത്തവൻ നിർത്തിയോന്നൊന്നും നോട്ടം വരത്തില്ല. നമുക്ക് പിന്നെ ഇതിൻ്റെ ബാക്കി തോട്ട് കേൾക്കാം, അതങ്ങനെ ചിന്തയൊന്നുമില്ല. ആത്മമണ്ഡലത്തിൽ കൈയടിക്കുന്നവൻ, ആരാധിക്കുന്നവൻ്റെ തലം വേറെ. അവൻ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും, അവനിങ്ങനെ പൊക്കോണ്ടിരിക്കും, അവന് പിന്നെ മറ്റൊന്നും ഒരു വിഷയമല്ല. അപ്പൊ ഇങ്ങനെ യോഗം നടക്കുമ്പോൾ ഒരു സിസ്റ്റർ മാത്രം എല്ലാവരും നിർത്തിയിട്ടും ആരാധന നിർത്തുന്നില്ല. കീബോർഡ് നിർത്തി, ഡ്രം സെറ്റ് നിർത്തി, പ്രസംഗിക്കുന്ന പാസിന്റെ മൈക്കിൽ നിന്നു, പക്ഷെ ഇവര് നിർത്തുന്നില്ല. ഭയങ്കര ആരാധന. അപ്പൊ ശ്രദ്ധിച്ചപ്പോൾ ഞങ്ങൾ കണ്ടു ആ മുഖഭാവം മാറുന്നുണ്ട്, മുഖത്തിങ്ങനെ മാറ്റം വരുന്നുണ്ട്, എക്സ്പ്രഷന് മാറ്റം വരുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം വിളിച്ചു ചോദിച്ചു, ആന്റി ഇങ്ങ് വന്നേ, എന്തോ പറ്റി, ഈ ആരാധനയ്ക്ക് എന്താ ഒരു വിടുതലുണ്ടായല്ലോ? അവർ പറഞ്ഞു, വാസന ഉണ്ടായി, അത് മറ്റൊന്നുമല്ല. ഞാൻ യോഗത്തിനിരിക്കുമ്പോൾ എനിക്ക് എപ്പോഴും സന്തോഷവും സമാധാനമാണ്, പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ. പക്ഷെ വീട്ടിലോട്ട് ചെന്ന് കയറിയ ഞാൻ ആ വീട്ടിലെ പ്രശ്നക്കാരി, രക്തത്താല് ചെയ്യും. അച്ചായൻ കുഴപ്പമില്ല, പിള്ളേരും കുഴപ്പമില്ല. പക്ഷെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഫാസ്റ്റിംഗ് ആണെ പറയുകയും വേണ്ട, ഞാൻ ആ പ്രശ്നക്കാരി, ഞാൻ അവിടെ അലങ്കോലം ഉണ്ടാക്കും, സമാധാനം കൊടുക്കത്തില്ല. ഇപ്പൊ ഇത് എന്താണെന്ന് അറിയാതെ കുറെ നാളുകൾ കൊണ്ട് ഞാൻ ഇങ്ങനെ വിഷമിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇന്നത്തെ ആരാധന നടക്കുമ്പോൾ ഈ വിഷയത്തെ മാത്രം വെച്ച് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു ആരാധന വെളിപ്പെട്ടപ്പോൾ അവര് വാഗൊണ്ട് പറഞ്ഞ കാര്യമാ. ഞാൻ എൻ്റെ വീട് കണ്ടു ആത്മാവിൽ. അകത്തോട്ട് കയറിയപ്പോ വാതിലിന്റെ മറവിൽ മറഞ്ഞിരുന്ന് പോരടിക്കുന്ന ഒരു ദുരാത്മാവിനെ ഞാൻ കണ്ടു. ഞാൻ കണ്ടെന്ന് മാത്രമല്ല, ഞാൻ അതിനെ കണ്ടു എന്ന് അതെന്ത് ചെയ്തു, അത് മനസ്സിലാക്കി, അതെന്നെ നോക്കി. അപ്പോൾ ഒറ്റ നോട്ടം എന്നെ നോക്കി. ഞാൻ നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി, ഇതാണല്ലോ എന്നെ ഇത്രയും കാലം തകർത്തത്. അപ്പൊ ഈ ഞാൻ അതിനെ കണ്ടെന്നറിഞ്ഞപ്പോ ഇത് ഓടാൻ തുടങ്ങി. പാസ്റ്ററെ, ഇവിടെ കീബോർഡ് നിർത്തിയോന്നോ ഇവിടെ ഡ്രം സെറ്റ് നിർത്തിയോന്നോ ഞാൻ കണ്ടില്ല, പക്ഷെ ഞാൻ ആത്മാവിൽ അതിന്റെ പുറകെയായിരുന്നു. അതെന്നെ കണ്ടപ്പോൾ ഓടി, ഞാനും പുറകെ ഓടി. ആ പോക്ക് പോയി അതിനെ കീഴ്പ്പെടുത്തിയിട്ട് വരുന്ന വരവാ. എനിക്കറിയത്തില്ല കയ്യടി നിന്നോന്ന്, എന്റെ മനസ്സിൽ മറ്റൊന്നും വന്നില്ല.
ഹല്ലേലൂയ. എന്റെ മനസ്സിൽ വേറൊന്നും വന്നില്ല, ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല. ആത്മാവിൽ ഇങ്ങനെ പോകുന്നത് കൊണ്ട് അതിന്റെ മേലുള്ള ജയമായിരുന്നു എന്റെ വിഷയം. അതുകൊണ്ട് ഇട്ട ഡ്രസ്സിന്റെയോ ഉടുത്ത സാരിയോ ഇട്ട ചുരിദാറോ കൺവെൻഷനോ ഞാൻ കണ്ടില്ല, അതിന്റെ പുറകെയായിരുന്നു. ഞാൻ അവിടെ നിന്ന് 28 വർഷമായി എന്നെ തകർത്ത ആ പോരിൽ നിന്നും ജയം പ്രാപിച്ചുകൊണ്ട് വരുന്ന വഴിയായത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ സംസാരിക്കുക. നീ എത്തപ്പെടേണ്ട മേഖലയിൽ നിന്നെ എത്തിക്കാതെ കറക്കുന്ന ചില ഇരുട്ടിന്റെ വ്യാപാരത്തോട് ഇന്ന് രാപകൽ ഗുഡ് ബൈ പറഞ്ഞിട്ട് ആത്മസാന്നിധ്യത്തിൽ ജയമെടുക്കാൻ കരുത്തുള്ള അഭിഷക്തർക്കായി ഈ പകൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഓ ലമാന ഹസ്താര ജാലാദിയാന. 18ാമത്തെ പകൽ നിന്റെ പകൽക്കാലമാണെന്ന് എന്നോട് ദൈവം സംസാരിക്കുന്നുണ്ട്. വൈശ്യമാസി അന്തർജനാഥന കോൺസെൻട്രേറ്റഡ് പ്രയർ. ഇവിടെ ഗസ്റ്റ് ആരാന്ന് വിഷയമല്ല, ഇവിടെ പ്രസംഗകർ ആരാന്ന് വിഷയമല്ല, ആരും തലേ കൈവെക്കണമില്ല. നീ അന്തരാത്മാവിൽ കേറി പിടിച്ചോ, ഇന്ന് നിന്റെ ദിവസമാണിത്. ഒരു 2 മിനിറ്റ് അന്യഭാഷ പറഞ്ഞ്, അന്യഭാഷ പ്രാപിച്ചവരുണ്ടെങ്കിൽ അന്യഭാഷ എന്ന് പറഞ്ഞ് കണ്ണുകൾ അടച്ച് അന്യഭാഷയിൽ ദൈവത്തെ ഒന്ന് ആരാധിച്ച്, ഒരു 2 മിനിറ്റ് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ച്, ഒരു 2 മിനിറ്റ് അന്യഭാഷയിൽ ആരാധിച്ച്, അന്യഭാഷയിൽ ആരാധിച്ച്, അഭിഷേകത്തിൽ ആരാധിച്ച്. ഓ ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ രക്തം ചെയ്യാം, അഭിഷേകം, യേശുവിന്റെ രക്തം ചെയ്യാം. ആത്മാവിൽ പോരാടാൻ പറ്റുമെങ്കിൽ ആത്മാവിൽ പോരാട്. നിന്റെ ജയമാ. ശ്രദ്ധ, ശ്രദ്ധ, ശ്രദ്ധ. Receive the power in the name of Jesus. Receive the power in the name of Jesus. ദൈവശക്തി പ്രാപിച്ചേ, ദൈവശക്തി പ്രാപിച്ചേ. ലക്ഷക്കണക്കിന് കാശ് മുടക്കി ഒരു യോഗം വെച്ചിട്ട് പോകാനല്ല, റിസൾട്ട് ഉള്ളൊരു ദിവസമായി ഈ പകൽ മാറട്ടെ. ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ, ആത്മമണ്ഡലത്തിൽ കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒരു അസാധാരണമായ വിടുതലുകൾ ഇന്ന് പകൽ കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ. Receive the power in the name of Jesus. ഇത് നിന്റെ ദിവസമാണ്. ദൈവാത്മാവ് അങ്ങനെ സംസാരിക്കുന്നു. Receive the power. ഓ യേശുവിന്റെ രക്തം ചെയ്യും, യേശുവിന്റെ രക്തം ചെയ്യും, യേശുവിന്റെ രക്തം ചെയ്യും, യേശുവിന്റെ രക്തം ചെയ്യും. സകല ബന്ധനങ്ങളും യേശുവിൻ നാമത്തിൽ അറിയട്ടെ. ആത്മാവിൽ ജനം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ, അഭിഷേകത്തിൽ കർത്താവിനെ ആരാധിച്ചാട്ടെ. ശ്രദ്ധയോടെ, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ശ്രദ്ധ. കോൺസെൻട്രേറ്റഡ് പ്രയർ, കോൺസെൻട്രേറ്റഡ് പ്രയർ, ശ്രദ്ധയുള്ള പ്രയർ.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമുയർത്തി ഒരുമിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. എൻ്റെ ഒരു സ്നേഹിതനെ കഴിഞ്ഞിടയ്ക്ക് ഒരു ഫാസ്റ്റിംഗ് പ്രയറിന് 21 ദിവസം പോയി കാത്തിരുന്നതിൻ്റെ പിമ്പിലെ റീസൺ അഭിഷേകം പ്രാപിച്ചിട്ടില്ല. ഒറ്റ കാരണത്താൽ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി ഒരു തൻ്റെ സ്ഥലത്തിരുന്നാൽ തനിക്ക് പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കാൻ പറ്റത്തില്ലെന്നുള്ള ചിന്തയിൽ മറ്റൊരു കൂട്ടുകാരൻ്റെ ചർച്ചയിൽ ചെന്ന് 21 ഡേയ്സ് ഇരുന്നു. 21 ദിവസം കൊണ്ട് 42 പ്രസംഗം കേട്ടു. ഒരു ദിവസം ഒരു സെക്ഷനിൽ 3 പാട്ട് വെച്ച് കേട്ടപ്പോൾ തന്നെ 180 പാട്ടുകൾ, അതിൽ മേൽ പാട്ടുകൾ കേട്ടു. ഇത്രയും പാട്ടും കേട്ട് പ്രസംഗമൊക്കെ കേട്ടെങ്കിലും അഭിഷേകം പ്രാപിച്ചില്ല. വളരെ വിഷമത്തോടെ വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, ഇത്രയും ദിവസം ഞാൻ പോയി കാത്തിരുന്നെങ്കിലും അഭിഷേകം കിട്ടിയില്ല. വിഷമം തോന്നി. അപ്പോൾ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ വിഷമം തോന്നി. എന്നിട്ട് രാത്രിയിലെ ഭവന പ്രാർത്ഥനയുണ്ടല്ലോ, ഭവന പ്രാർത്ഥന. അങ്ങനെ അച്ഛനും ഭാര്യയും ഭർത്താവും 2 കുഞ്ഞുങ്ങളും. രണ്ടാമത്തെ കുഞ്ഞാണെങ്കിൽ 8-9 വയസ്സ് മാത്രമേ പ്രായമുള്ളെന്നാണ് അദ്ദേഹം പറഞ്ഞൊരു സംഭവമാണ്. 8-9 വയസ്സ് പ്രായമുള്ള കൊച്ചു കുഞ്ഞും മൂത്ത കുഞ്ഞും ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ ഒരു പായക്കിട്ട് യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നേക്കുമുള്ളത് എന്നുമുള്ളതെന്നൊക്കെ പാട്ടൊക്കെ പാടി സങ്കീർത്തനമൊക്കെ വായിച്ചതിന് ശേഷം പ്രാർത്ഥിക്കാൻ അവസരം വന്നു. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ ആദ്യം പ്രാർത്ഥിക്കുന്നത് പ്രായം കുറഞ്ഞവരാണ്. അത് കഴിഞ്ഞ് അടുത്ത് അങ്ങനെ അതിൻ്റെ ഒരു കണക്ക് ചിലയിടത്തൊക്കെ. അപ്പം അവിടെ അങ്ങനെ ആയിരുന്നു. ഈ രണ്ടാമത്തെ ഇളയ കുഞ്ഞ് 8 വയസ്സുള്ള കുഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അതിൻ്റെ വായിന്ന് വന്നതിങ്ങനെ, എൻ്റെ യേശുവപ്പേ, എൻ്റെ അപ്പ അവിടുത്തെ മുമ്പിൽ അഭിഷേകം പ്രാപിക്കാൻ 21 ദിവസം ഇരുന്നിട്ടും എൻ്റെ അപ്പായ്ക്ക് അങ്ങ് അഭിഷേകം കൊടുത്തില്ലല്ലോ എന്നും പറഞ്ഞ് ഈ കുഞ്ഞിൻ്റെ ഒരു പ്രാർത്ഥന, 8 വയസ്സുള്ള കൊച്ചിൻ്റെ നിഷ്കളങ്കമായ പ്രാർത്ഥന. അദ്ദേഹം പറഞ്ഞ കാര്യം, പാസ്റ്ററെ, ഈ സത്യം പറഞ്ഞാല് ഈ കുഞ്ഞിങ്ങനെ വിഷമിച്ച് പ്രാർത്ഥിക്കുന്ന കണ്ടപ്പോൾ എനിക്കും വിഷമം വന്നു. ഞാനും കണ്ണടച്ചു, പുള്ളിയും കണ്ണടച്ചത് അപ്പോഴാ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ആ കുടുംബ പ്രാർത്ഥനയെ വെച്ചാണ് ഞാൻ അഭിഷേകം പ്രാപിക്കുന്നത്. ആ കുടുംബ പ്രാർത്ഥനയ്ക്ക് 21 ദിവസം 42 പ്രസംഗവും കുറെ പാട്ടും കേട്ടിട്ട് പ്രാപിക്കാത്ത പുള്ളി ഈ കൊച്ചിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ആത്മാർത്ഥമായിട്ട് കണ്ണടച്ചു. പുള്ളി പറഞ്ഞ അങ്ങനെ, പാസ്റ്റർ, ഞാൻ അപ്പോഴാ ആത്മാർത്ഥമായിട്ട് കണ്ണടച്ച് ആത്മാർത്ഥമായിട്ട് ദാഹിച്ച് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയിൽ എൻ്റെ മേൽ അഭിഷേകം വന്നെന്നോ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാണ്. കുടുംബ പ്രാർത്ഥനയായാലും കൺവെൻഷൻ ആയാലും കോൺഫറൻസ് ആയാലും കോൺസെൻട്രേറ്റഡ് അല്ലെങ്കിൽ നീ ഒരു മണ്ണാങ്കട്ടയും പ്രാപിക്കത്തില്ല. എന്ന കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ ഏത് പ്രാർത്ഥനയിലും അത്ഭുതങ്ങൾ നടക്കും. നിങ്ങൾക്കറിയാമോ, ഏലപ്പാറ എന്തെങ്കിലും സ്പെഷ്യൽ സാധനം കൊണ്ടുവന്നിട്ടൊന്നുമില്ല. ആ ഒരു ഗസ്റ്റും തലേ കൈവെക്കണ്ട. നിന്റെ വിഷയം എന്താണെന്ന് നീ മനസ്സിലാക്കി ഇരിക്കുന്നിടത്തിരുന്നിട്ട് ആത്മാവിൽ കയറി ശ്രദ്ധിച്ചു പിടിക്കണം. ആ പിടുത്തം വിടുതലും കൊണ്ട് നീ പോകത്തുള്ളൂ. വിശ്വസിക്കുന്നവർക്കായി കർത്താവിന് ഇന്ന് വക സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് വിടുതൽ ആരുടെ കയ്യിലല്ല, അത് നിന്റെ കയ്യിലുണ്ട്. രക്തം ചെയ്യും, അത് നിന്റെ കൈവശമുണ്ട്, അത് നിന്റെ നാവിന്മേലുണ്ട്. ഇന്ന് പകൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആത്മാവിനത് വിശ്വസിക്കുന്നവർ ആ കാര്യം ഒന്ന് വീശി ശക്തിയോടെ ഹല്ലേലൂയ പറയോ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുന്നത് ഈ പകൽ കൂട്ടമായ വിടുതലുകൾ സംഭവിക്കുന്ന, അത് അവസാനത്തെ പാട്ട് പാടി കുറച്ചുപേരെ മുമ്പോട്ട് വിളിച്ച് ഞാൻ കൈവെക്കുന്ന സമയത്തുണ്ടാകുന്നതല്ല, അല്ലെന്ന് ഇരിക്കുന്ന സമയം തൊട്ട് തന്നെ കൂട്ടമായ വിടുതലുകൾ സംഭവിക്കും. അത് വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. നിനക്ക് വിശ്വാസമുണ്ട്, നിന്റെ ബോഡി നീ ചെക്ക് ചെയ്ത് തുടങ്ങിക്കോ. നിന്റെ ശരീരത്തെ നീ ചെക്ക്. വിശ്വസിക്കുന്നവർ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്നവർ, നിങ്ങൾ ബോഡി ചെക്ക് ചെയ്ത് തുടങ്ങിക്കോ. നിങ്ങൾ ബോഡി ചെക്ക് ചെയ്ത് തന്നെ തുടങ്ങിക്കോ. എനിക്ക് ഉറപ്പുണ്ട്, ഈ പകൽ തമ്പുരാന്റെ കരം ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ ശക്തി നിന്റെ മേൽ വെക്കാതിരിക്കത്തില്ല. വിശ്വസിച്ചോട് ഇന്ന് പകൽ സ്തുതിച്ച് ആരാധിച്ചേ. പ്രതികരിച്ചേ. യെസ്, ആത്മാവിൽ നിന്ന് പ്രതികരിച്ചേ. വർഷങ്ങളായി ഒരു പരിധിക്കപ്പുറം നിന്നെ വിടാതെ ബന്ധിക്കുന്ന ചില പരിമിതികൾ ഇന്ന് പകൽ പൊട്ടി മാറുന്ന ദിവസമാണ്. ഈ പകൽ പൊട്ടി മാറുന്ന ദിവസമാണ്. യെസ്, റിസീവ് ദ പവർ.
ചേർന്ന് ആ കരമൊന്ന് ഉയർത്തി ശക്തിയുടെ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പോ ഫലകരമായ പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ശ്രദ്ധ. പറഞ്ഞേ, നിങ്ങൾക്ക് മനസ്സിലായോ പിശാച് നമ്മളെ അശ്രദ്ധമാക്കാൻ കാരണം എന്താന്ന്? ഏറ്റവും കൂടുതൽ ദൈവമക്കൾ അശ്രദ്ധമാകുന്ന പ്രാർത്ഥനാ സമയത്ത്, ഏറ്റവും കൂടുതൽ വീട്ടിലെ പ്രാർത്ഥനയാണെങ്കിലോ ഇല്ല, അവ അശ്രദ്ധമാണ്. അപ്പോഴാ വാതിൽ അടയ്ക്കുന്ന കാര്യം ചിന്തിക്കുന്നേ, അപ്പോഴാ മൊബൈലിന്റെ ഓൺ ചെയ്യുന്ന കാര്യം. പ്രാർത്ഥനാ സമയത്താണ് ഏറ്റവും കൂടുതൽ അശ്രദ്ധ. അതെന്താണെന്നറിയോ? ശ്രദ്ധിച്ചാൽ നിന്റെ അഡ്രസ് മാറും. അതാ പരമാർത്ഥം. ഇങ്ങോട്ട് നോക്കിയേ, മരണം കാത്തി കിടക്കുന്ന മനുഷ്യനോട് ദൈവം പറഞ്ഞു, ഇവിടെ നിൽക്കേണ്ട, നീ സാരാഫാത്തയിൽ പോകാൻ പറഞ്ഞു. സാരാഫാത്തയിൽ ചെന്നപ്പോൾ വിധവയുടെ വീട്ടിലാണ്. വിധവ നല്ല ക്വാളിറ്റിയുള്ള സ്ത്രീയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടായിരിക്കും അങ്ങോട്ട് വിട്ടത്. കാരണം ഒരപ്പത്തിൻ്റെ മാവേ ഉള്ളൂ, തിന്നേച്ച് ഞങ്ങൾ രണ്ടുപേരും മരിക്കാൻ പോവാം. രണ്ടുപേരും, മോനെ കൊന്നിട്ട് ഞാൻ ജീവിക്കാൻ പോവല്ല, ഞാൻ തിന്നിട്ട് മോനെ കൊല്ലാൻ പോവല്ല. ഞങ്ങൾ രണ്ടുപേരും തിന്ന് രണ്ടുപേരും മരിക്കാൻ പോവാം, ജീവിച്ചാലും ഒരുമിച്ച്. അതാണ് ആ ക്വാളിറ്റി ഉള്ള വിധവയാണ് അവിടെ ചെന്നത്. ഇപ്പം ചോദിച്ചു, എനിക്ക് തരാമോ? രണ്ടുപേരും ചാകാൻ മാത്രമുള്ള അപ്പം ആ സ്ത്രീ പറഞ്ഞു, പാസ്റ്റർ കഴിച്ചോളാൻ പറഞ്ഞു. നമ്മളെക്കാളെ ഒത്തിരി ക്വാളിറ്റി ഉള്ള ഒരു മാതാവാണ്, സ്തോത്രം. അവിടെ താമസിച്ച് ഏകദേശം 5-6 മാസം അവിടെ കിടന്നപ്പോൾ കുഞ്ഞ് മരിച്ചുപോയി. കുഞ്ഞ് മരിച്ചു പോയപ്പോൾ ഈ സ്ത്രീ വന്ന് പറഞ്ഞു, ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയാണോ ഇങ്ങോട്ട് വന്നേ? ഇങ്ങോട്ട് വന്നതിൻ്റെ കാരണം എന്താ? ഞങ്ങൾ സമാധാനമായിട്ട് മരിക്കാതിരിക്കുമായിരുന്നു, ഞങ്ങളെ കൊല്ലാൻ വന്നാണോ? അപ്പം ഏലിയാവിന് വിഷമം ഉണ്ടായി. എന്ന് ചോദിച്ചു, എന്തോ കാര്യം എന്താ? അപ്പം പറഞ്ഞു, എൻ്റെ കുഞ്ഞ് മരിച്ചുപോയി. ചോദിച്ചു, എവിടാ? കുഞ്ഞ് മേളിൽ കിടക്കുക. അപ്പം പറഞ്ഞു, ഞാൻ മേളോട്ട് പോവുക. അമ്മ എന്ത് ചെയ്യണ്ട, വരണ്ട. മേളോട്ട് പോയപ്പോൾ അപ്പർ റൂമിൽ ഏലിയാവ് തനിയെ കയറി ചെന്നും അമ്മേനെ കൊണ്ടുപോയില്ല. അപ്പം ഞാൻ പറഞ്ഞു, ആകെ ആ ദേശത്തെ ഒരു പ്രാർത്ഥന സപ്പോർട്ടീവ് മാതാവല്ലേ, ഇവരെ കൂടെ മേളോട്ട് കൊണ്ടുപോയിക്കൂടെ? അപ്പം അയാൾ പറയുക, പാസ്റ്ററെ, ഈ സ്ത്രീയെ മേളോട്ട് കൊണ്ടുപോയാൽ കലബല്ല 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 എന്ന് ചലച്ചുകൊണ്ടിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? നീ വന്നതുകൊണ്ടാ ഈ കൊച്ചു കുഞ്ഞിൻ്റെ പുറത്തോട്ട് ഏലിയാവ് കയറി കിടക്കുന്ന വാക്യം. കുഞ്ഞിൻ്റെ പുറത്തോട്ട് ഏലിയാവ് കയറി കിടക്കുമ്പോൾ ഈ തള്ള സമ്മതിക്കത്തില്ല. മരിച്ചുപോയ കുഞ്ഞിൻ്റെ പുറത്ത് ഈ മനുഷ്യൻ കയറി കിടക്കുമ്പോൾ ആ തള്ള സമ്മതിക്കത്തില്ല. അവിടെ അശ്രദ്ധമാകുന്നത് കൊണ്ട് പറഞ്ഞു, മമ്മി താഴെ വെയിറ്റ് ചെയ്യേ, ഞാൻ മേളിൽ പോയിട്ട് വരാം. കാരണം എന്നാ? ഏലിയാവിനറിയാം, ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചാൽ പരിഹരിക്കാവുന്ന സബ്ജക്റ്റ് ഇവിടെ ഉള്ളൂ. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. ആ സ്ത്രീയെ കൊണ്ടുപോയില്ല, ആ അമ്മേനെ മേളോട്ട് കൊണ്ടുപോയില്ല. ഒരുപക്ഷെ അവര് മേളോട്ട് വന്നാൽ അന്തരീക്ഷം മാറും. അവര് മേളോട്ട് വന്നാൽ ഈ നടക്കത്തില്ല. ഏലിയ പറഞ്ഞു, അമ്മ അവിടെ നിൽക്കേ, ഞങ്ങൾ പോയിട്ട് വരാം. ഇനി കേൾക്കൂ, യായിറോസിന്റെ മകൾ മരിച്ചു. അവിടെ ചെന്നപ്പോൾ യേശു ചെയ്ത കാര്യം കേൾക്കണോ? കരയുന്നവരാണോ? ഔട്ട്. വിലപിക്കുന്നവർ ഔട്ട്. കുഴലൂത്തുകാർ ഔട്ട്. അപ്പൻ അമ്മ ഔട്ട്. സകല ആൾക്കാരെയും പുറത്താക്കി. കാരണം എന്താ? ഇവിടൊക്കെ കൂടിയാൽ കോൺസെൻട്രേഷൻ നടക്കില്ല. മനസ്സിലാകുന്നവർക്കായി കർത്താവിന് ഇന്ന് പകൽ സ്തോത്രം ചെയ്യുന്നു. എന്റെ കൂടെ നിങ്ങൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചേർന്ന് കരമുയർത്തി ശക്തിയോടെ ഒരു മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിച്ചവൻ മഴ പെയ്യാനായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആകെ 2-3 പേര് മാത്രമേ ഉള്ളൂ. ഒന്ന് ദാസനുണ്ട്, വേലക്കാരനുണ്ട്. ഏലിയാവ് ചെയ്ത കാര്യം കേൾക്കണോ? മുഴങ്കാലുകൾക്കിടയിൽ മുഖം അമർത്തി വെച്ചിട്ട് അവിടെ വെച്ച് 7 വട്ടം പ്രാർത്ഥിച്ചു. അപ്പൊ എന്റെ ചോദ്യം, അതെന്താ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ച കേൾക്കത്തില്ലയോ? കേൾക്കും, ഒരുപക്ഷെ ഇത്രയും കോൺസെൻട്രേഷൻ വരത്തില്ല. മനസ്സിലായവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. യേശുവിന്റെ പ്രാർത്ഥന പഠിച്ച് 8 പേര് തോട്ടത്തിന്റെ വെളിയിൽ, 3 പേര് തോട്ടത്തിന്റെ അകത്ത്. അവിടുന്ന് യേശു ഒരു കല്ലേറ് ദൂരം മാറിയിരുന്ന് പ്രാർത്ഥിച്ചു. അതെന്നാന്നറിയാമോ? എനിക്ക് വേണ്ട ശ്രദ്ധ അത് ലഭ്യമാകണമെങ്കിൽ മാറേണ്ടത് മാറണം. ആ പ്രാർത്ഥനയെ കുറിച്ചുള്ള ബൈബിൾ എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ്: വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികൾ വേർപ്പ് തുള്ളികളായിട്ട് വീണു. യേശുവിനെ ശക്തീകരിക്കാൻ ഒരു ദൂതൻ വന്നു. അടുത്ത വാക്യം ദൈവത്തോട് സംസാരിച്ചു, പിതാവേ പിതാവേ പിതാവേ. ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ്, ഒരു വ്യക്തിപരമായ പ്രാർത്ഥന. എങ്ങനെ സാധിച്ചേ? കോൺസെൻട്രേറ്റഡ് പ്രയർ, ശ്രദ്ധയുള്ള പ്രാർത്ഥന. ഈ 18ാമത്തെ ദിവസത്തിൽ നീ ആത്മാർത്ഥമായി കണ്ണടച്ച് ഒന്ന് സ്തോത്രത്തോടെ കേറിക്കേ. ഈ പകൽക്കാലം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയാണ്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ കൂടെ നിങ്ങളുണ്ടോ? കരമുയർത്തി സ്തോത്രം എന്ന് പറഞ്ഞ എല്ലാവരും ചേർന്ന് എന്റെ കൂടെ ഉള്ളവര് മാത്രമേ കരമൊന്ന് പൊക്കി കർത്താവിനെ സൂചിച്ച്. അതാണ് കോൺസെൻട്രേറ്റഡ് പ്രയർ. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അക്കരയ്ക്ക് പോക്കോ കേട്ടോ, അക്കരയ്ക്ക് പോക്കോ. അവര് അക്കരയ്ക്ക് പോയിട്ട് പോകാൻ പറഞ്ഞിട്ട് യേശു അവിടെ ചെന്നറിയോ പ്രാർത്ഥിക്കാൻ? തനിയെ മലയിൽ, മേളിത്ത മലയിൽ
യേശു പ്രാർത്ഥിക്കാൻ ഒറ്റയ്ക്ക് ശിഷ്യന്മാരോട്. യേശുവിന്റെ അടുത്ത പ്രാർത്ഥന നിർജ്ജന പ്രദേശത്തേക്ക്. എപ്പോ? ഒറ്റയ്ക്ക്, ഇരുട്ടുള്ളപ്പോൾ. ആരാ? ഒറ്റയ്ക്ക്. എന്താ കാരണം? ഈ പ്രാർത്ഥനകൾ ജൽപ്പനമായി മാറത്തില്ല, ഇത് വിടുതലായി മാറും. അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ദേവദാസന്മാർ, അഭിഷിക്തരെ, ഇവിടെ ആര് നിൽക്കുന്നു എന്നുള്ളത് വിഷയമൊന്നുമല്ല. ഇവിടെ ഏത് ഉന്നതനായ പാസ്റ്ററായാലും ചെറിയ പാസ്റ്ററായാലും വിഷയമൊന്നുമല്ല. അതല്ല, വിടുതലിന് ആധാരം നിന്റെ ശ്രദ്ധയുള്ള പ്രയറാണ്. ശ്രദ്ധയുടെ കാര്യമാ, സിമ്പിൾ കാര്യമാ പറയുന്നത്. വലിയ എമൻഡന്റ് ഊതൊന്നുമല്ല. ശ്രദ്ധ, കോൺസെൻട്രേഷൻ. ആത്മമണ്ഡലത്തിലേക്ക് കയറി ഇന്ന് പകൽ നീ സ്തോത്രം ചെയ്താൽ ഒരു പുതിയ അഭിഷേകത്തെ നിന്റെ തലമേൽ വെക്കാൻ ഇന്ന് പകൽ ദൈവ സാന്നിധ്യം ഇതിനകത്തുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഒരുമിച്ച് കർത്താവിനെ ഒന്നുകൂടെ സ്തുതിച്ച് ശക്തിയോടെ ബലത്തോടൊന്ന് സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ. അഭിഷേകത്തോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ച് യേശുവിന്റെ രക്തം ചേർന്ന് ഹല്ലേലൂയ. അപ്പോ ഫലകരമായ പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ശ്രദ്ധ, സ്തോത്രം. രക്ഷാകരമായ പ്രാർത്ഥനയുടെ ബേസ് ഫെയ്ത്ത്. ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് ഫെയ്ത്ത് മാത്രമല്ല, ശ്രദ്ധ. എന്തുവാ എത്ര സിമ്പിൾ കാര്യമല്ലേ? പാട്ട് പാടുമ്പോൾ നമ്മൾ സുന്ദരമായ പാട്ടാ പാടുന്നേ. നല്ല പാട്ടാണെങ്കിൽ ശ്രദ്ധിച്ച് പാടുന്ന ആൾക്കാർ എവിടെ ഉള്ളത്? ശ്രദ്ധിച്ച് പാടുന്നവന് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല, അല്ലേ? പാതാളമേ മരണമേ നിന്നോട് ജയമെവിടെ, കുഞ്ഞാട്ടിന്നിണം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോയി. ഇതിങ്ങനെ പാടി തുടങ്ങിയാൽ ശ്രദ്ധിച്ച് പാടുന്നവൻ ഈ അവതാളത്തിൽ പാടത്തില്ല. പാതാളമേ, ഏതാ? പാതാളമേ മരണമേ നിന്നോട് ജയമെവിടെ, കുഞ്ഞാട്ടിന്നിണം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ മരണം കടന്നു പോയി എന്ന് പറഞ്ഞു തുടങ്ങിയാൽ 3 പാട്ടിന്റെ ഒന്നും ആവശ്യം വരത്തില്ല. പണ്ട് ഇങ്ങനെ ആയിരുന്നു. പണ്ട് 3 പാട്ടോ കീബോർഡോ ഒന്നും ഉണ്ടായിരുന്നില്ല. പണ്ട് അങ്ങോട്ട് കയറി വന്ന് പാരിലാരും പാടിയിടാത്ത പാട്ട് ഞങ്ങൾ പാടും, പാരിലാരും ചൂടിയിടാത്ത വാടാമുടി ചൂടും, ജീവന്റെ നാഥന ത്യാഗ സഹിച്ചത സ്നേഹമണവാളനോട് സിയോൻപുരെ വാഴുന്നൊക്കെ പറഞ്ഞ് ഒരപ്പനൊരു പാട്ടങ്ങ് തുടങ്ങിയാൽ വരുന്നവരങ്ങ് കൂടി തുടങ്ങിയിട്ട് പാടും. പാരിലാരും പാടിയിടാത്ത പാട്ട് ഞങ്ങൾ പാടും. ആ യോഗം തീരുമ്പോൾ മണിക്കൂർ 3 ആവും. തിരിച്ചറിയുന്നവർക്ക് കർത്താവിനെ സ്തുതിക്കുന്നു. അങ്ങനത്തെ ഒരു ആത്മമണ്ഡലത്തിലേക്ക് ഈ പകൽ സഭ എത്തിച്ചേരട്ടെ. വിശ്വസിക്കുന്നവർ ആത്മാവിൽ ഇന്ന് പകൽ കത്തി തുടങ്ങട്ടെ. ഹല്ലേലൂയ. കരമൊന്ന് വീക്ഷി കർത്താവിനെ ഒരുമിച്ചൊന്ന് ആരാധിച്ചാട്ടെ. എനിക്കറിയാം, ഒരു നിയന്ത്രിക്കാൻ കഴിയാത്തൊരു ദൈവ സാന്നിധ്യം. പലരും പിടിച്ചിരിക്കുക. എഴുന്നേക്കാൻ നിയോഗമില്ലാത്തതുകൊണ്ടല്ല, പലരും പിടിച്ചിരിക്കുക. എന്നോട് അങ്ങനെ അധികം പറയുന്നത്, നിയന്ത്രിക്കാൻ കഴിയാത്തൊരു ആത്മമണ്ഡലത്തിലെ ആത്മശക്തി ഇതിനകത്ത് ഇന്ന് പകൽ ചലിക്കുന്നുണ്ട്. നിനക്ക് പ്രതികരിക്കാൻ പറ്റുന്ന മേഖലയിൽ ഇന്ന് പകൽ നീ പ്രതികരിച്ചു തുടങ്ങിക്കോ. ഈ 18ാമത്തെ പകൽ നിന്റെ പേരിൽ എഴുതി വെക്കും. വിശ്വസിക്കുന്നവർ ആ 2 കരമൊന്ന് അടിച്ച് ആത്മാവിനെ മരിച്ചു സ്തോത്രം ചെയ്തേ. യെസ് യെസ്. അന്യഭാഷ പറഞ്ഞ ലോകത്തോട് അന്യഭാഷ പറച്ച നാവ് തുറക്കച്ച ആ കരമടിച്ച യേശുവിൻ നാമത്തിൽ. ഓ റിബാ സിയാൻ തേനിയ. ഓ യേശുവിന്റെ രക്തം ചെയ്യും. കരമുയർത്തി ഹല്ലേലൂയ പറയാമെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം.
അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്ത് പറഞ്ഞേ ശ്രദ്ധിച്ചു പ്രാർത്ഥിക്കാൻ പറ. അല്ല പറയണം, അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്ത് പറഞ്ഞേ ശ്രദ്ധിച്ചു പ്രാർത്ഥിക്കാൻ പറ. ശ്രദ്ധിച്ചു പ്രാർത്ഥിക്കാൻ എത്ര സിമ്പിൾ കാര്യമല്ലേ? ശ്രദ്ധ എത്ര സിമ്പിൾ കാര്യമല്ലേ? അയ്യോ, അതാ ഞാൻ പറഞ്ഞേ, ചില അശ്രദ്ധകളാ വമ്പൻ വിടുതലുകൾ നഷ്ടമാക്കി കളഞ്ഞത്. ചില അശ്രദ്ധകളാ വമ്പൻ വിടുതലുകൾ നഷ്ടമാക്കിയത്. ചില കൂറ്റൻ വിടുതലുകൾ നിന്റെ മേൽ വരാത്തതിന്റെ കാരണം അശ്രദ്ധകളാ. വിടുതലുമായി തമ്പുരാൻ ഇറങ്ങുമ്പോ നിന്നെ കാണത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ചില വമ്പൻ വിടുതലുകൾ നഷ്ടമായത് അശ്രദ്ധയില്ല. എന്ന് ശ്രദ്ധിച്ചു പ്രാർത്ഥിച്ചു, അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോ. പി എ വി സാംസാറിന്റെ പിതാവാണ് പസയാർട്ടി അതിശയൻ. അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. അത് അമ്മച്ചി പറഞ്ഞിട്ടുള്ള ചരിത്രമാണ്. ചർച്ചകോണ്ട ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെ ആദ്യമായിട്ട് പാസ്റ്ററെ എന്ന് വിളിക്കുന്നത് പി എ വി സാംസാറിന്റെ അമ്മയാണ്. മിത്രപുരി തന്നൊരു ബൈബിൾ സ്കൂളുണ്ട്, ലേഡീസ് ബൈബിൾ സ്കൂൾ. അപ്പം ഞങ്ങൾ ആ ചെന്ന് യോഗം നടത്തുന്നത്. അപ്പോൾ 2ാം വർഷംകാരെ യോഗത്തിന് വിടുമ്പോൾ ആദ്യമായിട്ട് ഞങ്ങളെ പാസ്റ്ററെ എന്ന് വിളിക്കുന്നത് പി എ വി സാംസാറിൻ്റെ അമ്മയാണ്. അമ്മച്ചി പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നു. അന്ന് മിത്രപുരത്തൊരു വീടിനടുത്തൊരു പ്രയർ റൂം ഉണ്ടായിരുന്നു. അപ്പച്ചൻ്റെ പ്രയർ റൂം എന്ന് പറയുമ്പോൾ ഇന്നത്തെ മോഡലിൽ ചിന്തിക്കരുത്, പണ്ടത്തെ ഒരു ഓലപ്പുര പ്രയർ റൂം. ഒരിക്കൽ പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് കയറി വെളിപ്പാട് പുസ്തകം 19 അധ്യായം അദ്ദേഹമാണ് എഴുതിയിട്ടുള്ളത്. അതാ ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അവസാനത്തെ 2-3 അധ്യായങ്ങൾ സാംസാർ എഴുതിയത്. 19 അദ്ദേഹം മരിച്ചുപോയെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ വ്യാഖ്യാനത്തിന് വേണ്ടി ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ അദ്ദേഹം അമ്മച്ചി പറഞ്ഞൊരു കാര്യമാണ്. പ്രാർത്ഥിച്ച് ചില മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്റെ കാലയിൽ ഒരു പാമ്പ് ചുറ്റി പോലും. തന്റെ കാലയിൽ ഒരു പാമ്പ് ചുറ്റി. ഈ പാമ്പ് ചുറ്റുന്നത് അമ്മ കണ്ടെങ്കിലും അമ്മയ്ക്ക് പാമ്പ് ചുറ്റുന്നെന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം നാക്കിറങ്ങി പെട്ടെന്ന് ചിന്ത വന്നു, എങ്ങനെ പറയാൻ പറ്റത്തില്ല. അവിടെ നോക്കി നിന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഈ പാമ്പ് ചുറ്റിയതുപോലെ തന്നെ എന്ത് ചെയ്തു, ഇറങ്ങിപ്പോയി. പുള്ളി പ്രാർത്ഥനയിൽ നിന്ന് മാറിയില്ല. പ്രാർത്ഥന എല്ലാം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു, അപ്പച്ചൻ വല്ല അറിഞ്ഞോ? പ്രാർത്ഥിച്ചു തുടങ്ങി ചില മണിക്കൂർ കഴിഞ്ഞപ്പോൾ കാലേ പാമ്പ് ചുറ്റി. അപ്പച്ചൻ പറഞ്ഞു, എന്റെ പൊന്നെ, ഞാനത് അറിഞ്ഞില്ല, ഞാൻ മറ്റൊരു മേഖലയിലായിരുന്നു. പ്രാർത്ഥിച്ചവന്റെ കാലേ പാമ്പ് ചുറ്റിയിട്ടും ശ്രദ്ധ മാറിയില്ലെന്ന് പറഞ്ഞാൽ അതൊക്കെ ഏത് തലമാ? അതൊക്കെ പെന്തക്കോസ്റ്റുകാർക്ക് ഡൈജസ്റ്റ് ആകുമോ? അതൊക്കെ ഏത് മേഖലയാ? 12-1 മണിയാകാൻ കാത്തിരിക്കുന്നവർക്കൊക്കെ ഇത് പറഞ്ഞാൽ മനസ്സിലാകുമോ? രക്തത്താലോചന. പ്രാർത്ഥിച്ചു തുടങ്ങി ചില മണിക്കൂർ കഴിഞ്ഞപ്പോ കാലെ പാമ്പ് ചുറ്റിയിട്ടും അറിഞ്ഞില്ലെന്ന് പറഞ്ഞ് അവരൊക്കെ ജീവിച്ച സ്തോത്രം. ഞാൻ പറഞ്ഞല്ലേ, യോഗം സമയത്ത് അങ്ങ് തീർക്കാം. പക്ഷെ വിടുതൽ ആവശ്യമുണ്ടെങ്കിൽ നീ ഇന്ന് പകൽ ആത്മാവിൽ പോരടിച്ചേ പറ്റത്തുള്ളൂ. ആത്മാവിൽ യുദ്ധം ചെയ്തേ പറ്റത്തുള്ളൂ. നിന്റെ കണ്ണടച്ചേ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞത് വിടുതൽ ആവശ്യമുള്ളവരുടെ കാര്യമാണ്. അല്ലാത്തവർക്ക് ഇത് ബാധകമേ അല്ല, അല്ലാത്തവർക്ക് ഇതൊരു വിഷയമല്ല. പക്ഷെ അകത്ത് പെയിനുള്ളവന് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അകത്ത് കൊതിയുള്ളവന് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അവൻ ആത്മാവിൽ ജാഗരിക്കാൻ തുടങ്ങും. ഇന്ന് പകൽ ജയം നിന്റെ കൂടെ. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah. അപ്പോ ഞാൻ എൻ്റെ ദൂതിലേക്ക് വേഗം ഓടി വരുന്നു. ഫലകരമായ പ്രാർത്ഥനയുടെ ബേസ് എന്ന് പറയുന്നത് ശ്രദ്ധ. യേശുവിൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് അതുണ്ടായിരുന്നു. അവൻ സ്നാനമേറ്റു പ്രാർത്ഥിക്കുകയിൽ സ്വർഗം തുറന്നു. അങ്ങനെ വാക്യം. ലൂക്കോസ് യേശുവിൻ്റെ 4 പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, സ്വർഗം തുറന്ന പ്രാർത്ഥന. സിമ്പിളാ അല്ലേ? പറഞ്ഞു വിട്ടപ്പോൾ എത്ര സിമ്പിളാ അല്ലേ? നമ്മുടെ എത്ര പ്രാർത്ഥനയ്ക്കാണ് സ്വർഗം തുറക്കുന്നത്? തുറന്നെന്നും പറഞ്ഞങ്ങ് പോവല്ലയോ? തുറക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ആര് കണ്ടു? പക്ഷെ ബൈബിൾ സർട്ടിഫൈ ചെയ്തു, യേശുവിൻ്റെ പ്രാർത്ഥനയിൽ സ്വർഗം തുറന്നു. പിന്നെ അടുത്ത പ്രാർത്ഥന, 2ാമത്തെ പ്രാർത്ഥന, അതെന്തിനാണെന്നറിയാമോ? കുറച്ചു പേരെ ശിഷ്യന്മാരായിട്ട് വേണം. അതിന് യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്നറിയാമോ? ഒരു രാത്രി മൊത്തം പ്രാർത്ഥിച്ചു. ആരെ വേണം? യൂദായെ തെരഞ്ഞെടുത്തതും ആ പ്രാർത്ഥനയില്ല. അതിന്റെ പേര് ഞാൻ ഇട്ടേക്കുന്നത് തിരുഹിതം വെളിപ്പെടുത്തുന്ന പ്രാർത്ഥന. അവർ രാത്രിയില്ല. യേശുവിന്റെ 3ാമത്തെ പ്രാർത്ഥന അത് മരുഭമലയില്ല. അവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഇങ്ങനെയാണ്, ഭാവം മാറി എന്ന് പറഞ്ഞാൽ 3ാമത്തെ പ്രാർത്ഥന, പ്രാർത്ഥിക്കുന്നവന്റെ ഭാവം മാറും, പ്രാർത്ഥിക്കുന്നവന്റെ രൂപം മാറും, അവന്റെ അന്തരീക്ഷം
നിറം മാറാൻ തുടങ്ങും. അവന്റെ വസ്ത്രം മിന്നുന്ന വെള്ളയായി മാറി രൂപാന്തരം സംഭവിക്കുന്ന പ്രാർത്ഥന വിശ്വസിക്കുന്നവർക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 21 പ്രാർത്ഥിച്ചിട്ട് നിനക്ക് മാറ്റമൊന്നുമില്ലെങ്കിൽ നിന്റെ പ്രാർത്ഥന ഏറ്റിട്ടില്ല. നിനക്ക് ഭാവവ്യത്യാസം ഉണ്ടാകുന്നില്ലെങ്കിൽ പ്രാർത്ഥന ഏറ്റിട്ടില്ല. ഭാവം മാറുന്ന പ്രാർത്ഥന, തിരികിതം വെളിപ്പെടുത്തുന്ന പ്രാർത്ഥന, സ്വർഗം തുറക്കുന്ന പ്രാർത്ഥന. 4ാമത്തെ ഒരു പ്രയർ കൂടെ ഉണ്ട്. അത് ലൂക്കോസ് പറയുന്നുണ്ട്. ലോകത്തെ ചലിപ്പിച്ച പ്രാർത്ഥന, എന്നെ കുത്തിയവനോട് ക്ഷമിക്കണേ, എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നവനെ ക്ഷമിക്കണേ. അത് ലോകത്തെ ചലിപ്പിച്ച പ്രാർത്ഥനയാണ്. ഇമാതിരി പ്രാർത്ഥനകൾ വേണമെങ്കിൽ കോൺസെൻട്രേഷൻ ആവശ്യമാണ്. ആ കാര്യം ഒന്ന് വീശി ഇന്ന് പകൽ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ധാരാളം ചിന്തകൾ എൻ്റെ അകത്ത് കയറി വരുന്നുണ്ട്. പക്ഷേ സമയത്തിൻ്റെ പരിമിതി ഉണ്ട്. അതുകൊണ്ട് വേഗത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി എഴുന്നേൽക്കാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. എന്നെ ഞെട്ടിപ്പിച്ച ചില സംഭവങ്ങൾ ബൈബിളിനകത്തുണ്ട്. അതിനകത്തൊരു സംഭവമാണ് ജെനസീസ്, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. ദ ബുക്ക് ഓഫ് ജെനസീസ് ചാപ്റ്റർ 33 വേഴ്സസ് 4. ഒന്ന് വായിച്ചോ. പാമ്പ് സ്ത്രീയോട് 33 വേഴ്സസ് 4, 33-ന്റെ 4-ാമത്തെ വാക്യം. ഏശാവ് വന്ന് അവനെ എതിരേറ്റ് ആലിംഗനം ചെയ്തു. എന്നെ ഞെട്ടിച്ചു. ഈ വാക്യം എന്നെ ഞെട്ടിച്ചു. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കൂ, എന്താ ഇത്ര ഞെട്ടാനുള്ളതെന്ന് പറയാം. ഏശാവ് ഓടി വന്ന് അവനെ എതിരേറ്റു. യാക്കോബല്ല, ഏശാവ് ഓടി വന്ന് യാക്കോബിനെ എതിരേറ്റു. അടുത്ത വാക്യം. കഴുത്തിൽ വീണ്, യാക്കോബിന്റെ കഴുത്തിൽ വീണു. അവനെ ആലിംഗനം ചെയ്തു. മാത്രമല്ല യാക്കോബിന്റെ കഴുത്തിൽ വീണു. എന്നിട്ട് യാക്കോബിനെ ചുംബിച്ചു. അടുത്ത വാക്യം. രണ്ടുപേരും കരഞ്ഞു. ഇതിനകത്ത് ഇപ്പം എന്തുവാ ഇത്ര ആശ്ചര്യം? പാസ്റ്ററെ ഞെട്ടിപ്പിച്ച സാധനം എന്നാ അല്ലേ? ഇതിനകത്ത് ഇപ്പം ഇത് അറിയണമെങ്കിൽ ഇതിൻ്റെ ചരിത്രം മൊത്തം അറിയണം. ഇങ്ങോട്ട് നോക്കൂ. ഇനി ഒരു 10 മിനിറ്റ് സ്വല്പ സ്ലോവില്ല പോകുന്നതിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. യാക്കോബും ഏശാവും അവർ 2 ഫാദറും മദറും 4 പേര് ഒരു വീട്ടിൽ താമസിക്കുന്നുണ്ട്. 4 പേരാണെങ്കിലും 2 ഗ്രൂപ്പ് ആൾക്കാരാ. മനസ്സിലാക്കുന്നുണ്ടോ? അപ്പനിഷ്ടം മൂത്തവനെയും അമ്മയ്ക്കിഷ്ടം ഇളയവനെയുമാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, മൂത്തവൻ എപ്പോഴും എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. കാട്ടിൽ പോകുമോ, വേട്ടയാടുകയോ, മൃഗത്തെ പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ എന്തെങ്കിലും അപ്പനെ സഹായിക്കുന്ന ആളോട് അപ്പന് സ്നേഹം ഉണ്ടാവും, സ്വാഭാവികമാണ്. അമ്മയ്ക്ക് സ്നേഹമുള്ളത് അമേരിക്കക്കാരോടല്ല, തൊട്ടടുത്ത് താമസിക്കുന്ന തോമസ് ഊട്ടിയോടാ. കാരണം ഒരാവശ്യം വന്നാൽ അമേരിക്കക്കാരൻ വരുമ്പോൾ മണിക്കൂർ എടുക്കും, തോമസ് ഊട്ടി അമ്മ പെട്ടെന്ന് വരും. അതുകൊണ്ട് അമ്മയ്ക്ക് എപ്പോഴും ഇഷ്ടം അടുത്ത് താമസിക്കുന്ന ആളാ. ഒന്ന് പാല് വാങ്ങണമെങ്കിലോ, ഒന്ന് ബെഡ്ഷീറ്റ് വിരിക്കണമെങ്കിലോ, ഒന്ന് ഉള്ളി പൊളിക്കണമെങ്കിലോ അടുത്ത ആളാ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗൾഫുകാർക്കറിയാം, ഗൾഫുകാർ നാട്ടിൽ വന്നാൽ അമ്മമാർക്ക് എപ്പോഴും പറയാനുള്ളത് നാട്ടിൽ താമസിക്കുന്ന മോളെ കുറിച്ചായിരിക്കും. എടി അവക്കൊന്നുമില്ലടി, അവന് വല്ലതും കൊടുക്കടി, അവക്കൊന്നുമില്ലടാ, അവക്ക്. മനസ്സിലാക്കുന്നുണ്ടോ? കാരണം അമ്മയുടെ കൂടെ താമസിക്കുന്നവരോടാണ് അമ്മയ്ക്ക് സ്നേഹം, അപ്പനെ സഹായിക്കുന്നവരാണ് അപ്പന് സ്നേഹം. അങ്ങനെ 4 പേരാണെങ്കിലും 2 ഗ്രൂപ്പാണ്. ഇങ്ങോട്ട് നോക്കിക്കേ, ലിസൺ ടു മീ. 2 പേര് താമസിക്കുന്നു. ഒരു ദിവസം അപ്പൻ സമ്പത്ത് മുഴുവൻ മൂത്ത ആൾക്ക് കൊടുക്കാൻ പ്ലാൻ ചെയ്തു, മൂത്ത മോന് കൊടുക്കാൻ പ്ലാൻ ചെയ്തു. അപ്പൊ ഇതെങ്ങനെയോ അമ്മ അറിഞ്ഞു. അമ്മ അറിഞ്ഞിട്ട് പറഞ്ഞു, മോനെ യാക്കോബിങ് വന്നേ, എടാ നീ ഒരു കാര്യം അറിഞ്ഞു? പറഞ്ഞു, ഇല്ല മമ്മി, നിന്റെ അപ്പൻ സമ്പത്ത് മുഴുവൻ മൂത്താക്ക് കൊടുക്കാൻ പോവുക, നീ അത് അറിഞ്ഞു? അപ്പോൾ ഞാൻ അറിഞ്ഞില്ല. ഒരു കാര്യം ചെയ്യേ, നീ ചെന്ന് പെട്ടെന്ന് കൂട്ടിച്ചെന്നൊരു മൃഗത്തെ പിടിച്ചോണ്ട് വന്ന് ഞാൻ കുക്ക് ചെയ്ത് തരാം. നീ കൊണ്ട കൊടുത്ത് അപ്പൻ്റെ അനുഗ്രഹം മൊത്തം എന്ത് ചെയ്യണം? വാങ്ങണം. സ്വന്തം ഭർത്താവിനെ കളിപ്പിക്കാൻ ശ്രമിക്കുന്ന ഭാര്യ ഞെട്ടിപ്പോയി ഞാൻ. അങ്ങനെയും ഭാര്യമാരുണ്ടോ? സ്വന്തം ഭർത്താവിനെ കളിപ്പിക്കാനായിട്ട് മകനെ കൂട്ടുപിടിക്കുക, വാടാ വാടാ നമുക്ക് അപ്പനെ കളിപ്പിക്കുക. മനസ്സിലാക്കുന്നുണ്ടോ? അപ്പം ഞാൻ ചോദിച്ചു, ആൻറ്റി എന്തിനാ ആൻറ്റി ഇങ്ങനെ കളിപ്പിച്ച്? അപ്പം അവർ പറയുക, പാസ്റ്റർ എനിക്ക് അതിനൊരു ന്യായീകരണമുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ ന്യായീകരണം? ഇത്രയും വലിയ കാര്യം ഈ വീട്ടിൽ നടക്കുമ്പോൾ ഭാര്യയായ എന്നോടൊന്ന് പറയണ്ടായോ? സ്തോത്ര സ്തോത്രം. തീരുമാനമെടുക്കുമ്പോൾ എൻ്റെ തീരുമാനമൊന്നും വേണ്ട, എന്നാലും എടി ഇങ്ങനെ ഞാൻ ചെയ്യാൻ പോവാന്ന് എന്നോടൊന്ന് പറയണ്ടായോ? എന്നോട് പറഞ്ഞില്ല. അപ്പൊ ഭാര്യയോട് പറയേണ്ടത് ഭാര്യയോട് പറഞ്ഞില്ലെങ്കിൽ മകന്റെ കൂടെ ചേർന്ന് അവർ നമ്മളെ കളിപ്പിക്കും, രക്തത്താൽ ചെയ്യാം. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. അപ്പൊ വേണ്ടതുപോലെ പറയുവാണെങ്കിൽ കളിപ്പീര് വരത്തില്ല. അപ്പൊ മകന്റെ കൂടെ ചേർന്നിട്ട് ഒരു മൃഗത്തെ പിടിച്ചോണ്ട് വന്നു, കുക്ക് ചെയ്ത് കൊണ്ട് കൊടുക്കുന്ന സമയത്ത് മോൻ പറഞ്ഞു, മമ്മി ഇത് കിട്ടാൻ സാധ്യത കുറവ്, അപ്പന് കണ്ണ് കാണത്തില്ലെങ്കിൽ തലമണ്ട ഭയങ്കരമാണ്, പുള്ളി വലിയ വിവേകമുള്ള ആളാ. അപ്പൊ അമ്മ ചോദിച്ചു, അതെന്താടാ? അല്ല അപ്പനെ ഹല്ലേലൂയ ഗ്ലോറി എന്ന് പറയുമ്പോൾ മാത്രം ഇത് തരത്തില്ല, പിന്നെ പുള്ളി എന്നെ
തപ്പി നോക്കും. മനസ്സിലാകുന്നുണ്ടോ? എന്നെ പുള്ളിക്കാരൻ തപ്പി നോക്കും. ചേട്ടൻ തന്നെയാണോ? തപ്പി നോക്കും. തപ്പുമ്പം ഞാൻ തോക്കും. ഉടനെ മമ്മി പറഞ്ഞു, യു ഡോൺ വറി, തപ്പുന്ന സമയത്ത് രക്ഷപ്പെടാൻ ഞാൻ അടുത്ത ഐഡിയ പറയാം. ചോദിച്ചു, അതെന്തോ ഐഡിയ? അത് കൊന്ന മൃഗത്തിന്റെ തോല് തന്നാൽ മതി, ഞാൻ നിന്നെ ഏശാവിനെ പോലെ ആക്കി തീർക്കാം. അതാരാണ്? അമ്മയുടെ ഐഡിയ. ചുരുക്കം പറഞ്ഞാൽ ബോഡിയൊക്കെ ഇറച്ചിയൊക്കെ സൗണ്ടൊക്കെ എല്ലാം കൊണ്ട് അപ്പൻ്റെ അടുക്ക ചെന്നു. അപ്പൻ ചോദിച്ചു, ആരാ മോനെ നീയേ? അവൻ പറഞ്ഞു, നിന്റെ മൂത്ത മകൻ ഏശാവാണ്. അടുത്തോട്ട് വന്നേ, നീ എൻ്റെ മൂത്ത മകൻ ഏശാവ് തന്നെയോ എന്ന് ഞാൻ നിന്നെ എന്ത് ചെയ്യട്ടെ, ഒന്ന് തപ്പി നോക്കട്ടെ. അങ്ങനെ വാക്യം. തപ്പും എന്ന് പറഞ്ഞാൽ പുള്ളി തപ്പും. തപ്പി നോക്കിയപ്പോ പറഞ്ഞു, ബോഡി ഓക്കെയാണ്, പക്ഷെ സൗണ്ട് ഒക്കുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? സായിപ്പിന്റെ തലയും നീഗിരോടെ ബോഡിയും പോലെ. ഹല്ലേലൂയ. ലൈഫ് പ്രസംഗം ഓക്കെ, ലൈഫ് ഓക്കെ അല്ല. പാട്ടൊക്കെ ഇത് ഓക്കെ അല്ല. ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ വെളിയിലൊക്കെ ആകുന്നില്ല. രണ്ട് മാച്ച് ചെയ്യുന്നില്ല. അപ്പൊ പറഞ്ഞു, അല്ല അപ്പ ഞാൻ തന്നെയാണ്. ചുരുക്കം പറഞ്ഞാൽ അവനെ അടുത്ത് വിളിച്ചിട്ട് അപ്പൻ ഒന്ന് സ്മെല്ല് ചെയ്യുന്നുണ്ട്. സ്മെല്ലും ചെയ്തു, തപ്പി നോക്കി, സൗണ്ടും സെൻസ് ചെയ്തിട്ട് ഈ അനുഗ്രഹം മൊത്തം ആർക്ക് കൊടുത്തു? യാക്കോബിന്. അത് കിട്ടിയ പാടെ അവൻ അവിടെ നിന്ന് ഇറങ്ങി, കളിപ്പിച്ചു, ഒപ്പിച്ചു എന്ന് പറഞ്ഞ് ഇറങ്ങി ചില മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചേട്ടൻ വന്നു. ചേട്ടൻ വന്നിട്ടൊരു വിളി വിളിച്ചു, അപ്പാ. അന്നേരം അപ്പൻ ചോദിച്ചു, ആരാ മോനെ? പറഞ്ഞു, നിന്റെ മൂത്ത മകൻ ഏശാവാ. അപ്പൻ ഞെട്ടിത്തെറിച്ചിട്ട് ചോദിക്കും, അയ്യോ, അപ്പൊ ഇതിന് മുമ്പ് വന്നതാരാ? അപ്പൊ അയാൾക്ക് മനസ്സിലായി കളിപ്പീര് പറ്റിയെന്ന്. അയാൾ ഒരു കരച്ചിൽ കരഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്, എനിക്ക് തരാൻ ഒന്നുമില്ലേ? അപ്പം പറഞ്ഞ എല്ലാം അയാളെ കൊണ്ടുപോയി. മനസ്സിലാകുന്നുണ്ടോ? ഏശാവിന്റെ ക്വാളിറ്റി നോക്കണം കേട്ടോ, വമ്പൻ ക്വാളിറ്റിയാ. അയാൾ പറയാണ്, അപ്പനെ കുറിച്ചുള്ള വിലാപകാലം അടുത്തിരിക്കുന്നത് കൊണ്ട് ഇപ്പം ഞാൻ എൻ്റെ അനിയനോട് പകരം ചെയ്യുന്നില്ല, അപ്പൻ ചത്തിട്ട് പകരം ചെയ്യാം. മനസ്സിലാകുന്നുണ്ടോ? നന്മ മൊത്തം ചൂണ്ടിയിട്ട് പോയിട്ടും അന്നേരം പ്രതികരിച്ചില്ല. അപ്പനെ കുറിച്ചുള്ള വിലാപകാലമാ. അപ്പനെതിരെ ഇപ്പം ഞാൻ മോനെതിരെ എന്തെങ്കിലും ചെയ്ത അപ്പൻ ചത്തുപോകും. അതുകൊണ്ട് പുള്ളിയുടെ വിലാപകാലം കഴിയട്ടെ. അവന്റെ ക്വാളിറ്റി കേട്ടോ. നമ്മളാണെങ്കിൽ അപ്പ ഇറങ്ങും, കാണിക്കാടാന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ ഏശാവ് ചെയ്തില്ല. ഏശാവ് പറഞ്ഞു, വിലാപകാലം കഴിയട്ടെ, അന്ന് ഞാൻ അവനോട് പകരം ചെയ്യും. അടുത്ത വാക്ക് കേൾക്കണോ? എന്ന് അവൻ അവന്റെ ഉള്ളത്തിൽ പറഞ്ഞു. ഇതാണ് അത്ഭുതം. അവന്റെ ഉള്ളത്തിൽ പറഞ്ഞ കാര്യം അമ്മ അറിഞ്ഞു. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ഏശാവിന്റെ ഉള്ളത്തിൽ പറയാം, അപ്പന്റെ കാലം കഴിയട്ടടാ, നിന്നെ ഞാൻ കാണിക്കാം എന്നവൻ ഉള്ളത്തിൽ പറഞ്ഞപ്പോ ആ ഉള്ളത്തിൽ പറഞ്ഞത് അവന്റെ അമ്മ എന്ത് ചെയ്തു? അറിഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അമ്മാമ്മ അതെങ്ങനെ അമ്മാമ്മ അറിഞ്ഞ്? അയാൾ ഉള്ളത്തിൽ പറഞ്ഞില്ലയോ? അന്ന് പാസ്റ്ററെ ഞാൻ അറിഞ്ഞത്, ഇവർ രണ്ടുപേരുടെ കൈ കൊടുക്കുമ്പോൾ ഞാൻ മാറി നിൽക്കും. മനസ്സിലാകുന്നുണ്ടോ? തേർഡ് പേഴ്സൺ അല്ലയോ, എന്നെ കാണുന്നില്ല. ഇവരിങ്ങനെ മോനെ എന്നും പറഞ്ഞ് കൈ കൊടുത്തിട്ട് സ്വോത്രമൊക്കെ പറഞ്ഞിങ്ങനെ പിരിയുമല്ലോ. പിരിയുമ്പോൾ ഞാൻ രണ്ടിന്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ ഏശാവിന്റെ മുഖം അത്ര നല്ല ഹാപ്പിയിലൊന്നും അല്ല. നമ്മളിപ്പോൾ ഈ കൈയൊക്കെ കൊടുക്കുന്ന ഒരു പരമാർത്ഥമായിട്ടൊന്നുമല്ല. ആണോ അല്ലയോ എന്നറിയാൻ ഒന്ന് മാറി നിന്നാൽ മതി, അല്ലെങ്കിൽ CCTV ചെക്ക് ചെയ്താൽ മതി. മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ് അച്ഛാ, പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞ് കൈ കൊടുത്തിട്ട് അച്ഛൻ തിരിയുമ്പോൾ അച്ഛൻ്റെ ഫേസും എക്സ്പ്രഷനും അറിയണമെങ്കിൽ ചുമ്മാ CCTV നോക്കിയാൽ മതി. അപ്പം അറിയാം. അമ്മ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായി, ജെനുവിൻ അല്ല, ഈ കൈ കൊടുപ്പ് ജെനുവിൻ അല്ല, ഇവന്റെ ഫേസിനകത്ത് മാറ്റമുണ്ട്, ഇവൻ കൊല്ലൂന്ന് മനസ്സിലായപ്പം പറഞ്ഞു, മോനെ നിന്നെ അവൻ കൊല്ലും, പെട്ടെന്ന് പൊക്കോളാൻ പറഞ്ഞു. ഒറ്റ പോക്ക്. എവിടാ? അവന്റെ അമ്മാച്ചന്റെ വീട്ടിൽ ലാബാന്റെ അടുക്കിലേക്ക്. നിങ്ങൾക്ക് അറിയാവുന്ന കഥയായ സംഭവമായതുകൊണ്ട് ആ വേഗത്തിൽ ഞാൻ ഓടിപ്പോകുന്നേ. പോകുന്ന വഴിക്ക് എത്തപ്പെട്ട സ്ഥലം ലൂസ്. അവിടെ കിടന്നുറങ്ങിയപ്പോ അയാൾ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ, ഞാൻ യാത്ര പോവുക, പരിചയമില്ലാതെ എൻ്റെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് പുറപ്പെടുക. ഈ യാത്രയിൽ നീ എൻ്റെ കൂടെ ഇരിക്കുകയും എന്നെ അനുഗ്രഹിക്കുകയും ചെയ്ത് സമാധാനത്തോടെ മടക്കി അയച്ചാൽ ഞാൻ ഇവിടെ നിനക്കൊരു ആലയം എന്ത് ചെയ്യും? പണിയും. കാരണം മുമ്പോട്ട് പോകുമ്പോൾ ഇത് ശാശ്വതമാകുമെന്ന് പുള്ളിക്ക് അറിയത്തില്ല. ആദ്യമായിട്ട് പുറത്തോട്ട് പോവുക. എന്തായാലും പ്രാർത്ഥന കേട്ടു. കനാൻ ദേശത്ത് ചെന്നു. ലാബാന്റെ മകളെ കണ്ടു, പരിചയപ്പെട്ടു. റിബേക്ക അല്ലയോ? റാഹേല അല്ലേ? ആ റാഹേല, ഞാൻ നിന്റെ അപ്പൻ്റെ പെങ്ങളുടെ മോനാ. ചുരുക്കം പറഞ്ഞാൽ സംസാരിച്ചു. വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത്, എന്നെ പോലെ ആരോഗ്യമുള്ള ഒരാൾ ചുമ്മാ പുട്ടടിക്കുന്നത് ശരിയല്ല. അപ്പൊ ചോദിച്ചു, ഡാഡി എന്തെങ്കിലും പണി തരാമോ? എനിക്ക് ചുമ്മാ കഴിക്കാൻ പ്രയാസം. അപ്പൊ ഡാഡി പറഞ്ഞൊരു കാര്യം ചെയ്തു, ആടിനെ മേയിച്ചോളാൻ പറഞ്ഞു. ആടിനെ മേയ്ക്കാൻ പോകുന്ന വഴിക്ക് പുള്ളിക്കാരന് റാഹേലിനോട് ഒരു അനുരാഗം ചിന്തിച്ചു വന്നു. അപ്പൊ നേരെ ചോദിച്ചു, ഡാഡി ഞാൻ എന്തായാലും ജോലി ചെയ്യുമല്ലയോ, ഈ ഇളയ മോളെ എനിക്ക് കിട്ടിക്കാമോ? അതിനിപ്പോ എന്താടാ, എന്റെ പെങ്ങളെ മോനല്ലയോ, നിനക്ക് കിട്ടുമല്ലോ. പക്ഷെ ഒരു കാര്യമുണ്ട്, 7 വർഷം വർക്ക് ചെയ്യണം. അങ്ങനെ 7 വർഷം കഴിഞ്ഞപ്പോൾ അയാൾ കല്യാണം കഴിച്ചു. പക്ഷെ നിർഭാഗ്യം വെച്ചാൽ റാഹേൽ അല്ല കിട്ടിയത്,
കിട്ടിയത് ലേയനെയാണ്. വിഷമമൊക്കെ തോന്നിയെങ്കിൽ സഹിച്ചേ പറ്റത്തുള്ളൂ. അദ്ദേഹം അടുത്ത 7 കൊല്ലം സഹിച്ചു. അപ്പൊ ചോദിച്ചു, രണ്ടാമത്തോളെ കിട്ടാൻ എന്താ മാർഗം? അടുത്ത 7 വർഷം കൂടെ വർക്ക് ചെയ്യണം. അപ്പൊ 7 വർഷം കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ട ഭാര്യയെ കിട്ടി. 2 ഭാര്യമാർ, ബിൽക്കാസിൽ 2 ദാസിമാർ, 12 മക്കൾ. ഇങ്ങനെ സംഭവം ബഹുത്തായി. ഒറ്റയ്ക്ക് വന്നവന്റെ കുടുംബം വിശാലമായി കഴിഞ്ഞപ്പോ അപ്പന്റെ മുഖഭാവം മാറി, ചേട്ടന്മാരുടെ അളിയന്മാരുടെ മുഖഭാവം മാറി. ഇതുവരെ മാറാത്ത സ്വഭാവവും മുഖവും മാറാൻ കാരണം അവരെക്കാൾ നന്മ യാക്കോബിന് വന്നതുകൊണ്ട്. സത്യം പറഞ്ഞാൽ നിനക്കെതിരെ മറ്റുള്ളവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നീ നന്മ പ്രാപിച്ചു എന്നുള്ളത് മാത്രമാണ്. മനസ്സിലാക്കുന്നവർക്ക് കർത്താവിന് സ്തോത്രം. ഒരു ഗതിയില്ലാതെ കിടക്കുവാണെങ്കിൽ നിനക്കെതിരെ ഒരു പ്രശ്നവുമില്ല. എന്തെങ്കിലും ഒരു നന്മയിലേക്ക് നീ വന്നാൽ നിനക്കെതിരെ പ്രശ്നം ഉണ്ടാകുന്നതിന്റെ കാരണമാണ് അസൂയ. മനസ്സിലാക്കുന്നവർ ചേർന്ന് കരമുയർത്തി ഒരുമിച്ചൊരു സ്തോത്രം എന്ന് പറഞ്ഞ് ആ കരമൊന്ന് വീശി ശക്തിയോടെ അയാൾക്ക് മനസ്സിലായി നിൽക്കാൻ പറ്റത്തില്ല എന്ന് അയാൾ പോകാൻ തീരുമാനിച്ചു. ഒരു ദിവസം ആ അപ്പനോട് പോലും പറയാതെ ഭാര്യമാരെ കൊട്ടിക്കൊണ്ടിങ്ങനെ പോയി. ഇങ്ങോട്ട് നോക്കണേ ദൂതിലേക്ക് വരിക. അങ്ങോട്ട് പോയപ്പോൾ ഇയാളെ അലട്ടിയ പ്രശ്നം ലാബാൻ വരും, അപകടം ഉണ്ടാക്കുന്ന. പക്ഷെ ലാബാൻ വന്നിട്ട് പറയാണ്, നീ എന്നോട് പറയാതെ പോയത് ശരിയായില്ല, പറഞ്ഞിട്ട് പോകേണ്ടതായിരുന്നു. പറഞ്ഞിരുന്ന ഞാൻ നിന്നെ യോഗ്യമായി യാത്ര അയച്ചേനെ. ഇപ്പൊ നീ കള്ളന്മാരെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകുന്നത്. പക്ഷെ നിനക്കെതിരെ ദോഷം ചെയ്യാൻ എനിക്ക് കഴിയും. പക്ഷെ നിന്റെ ദൈവം എന്നോട് പറഞ്ഞു നിനക്കെതിരെ ദോഷം ചെയ്യരുതെന്ന്. ലാബാന്റെ ദൈവമല്ല, ലാബാന്റെ ദൈവം ആരാന്നറിയത്തില്ല. പക്ഷെ ലാബാൻ ഉറപ്പുണ്ട്, നിന്റെ ദൈവം എന്നോട് പറഞ്ഞു നിന്നെ ഒന്നും ചെയ്യരുതെന്ന്. മനസ്സിലാക്കുന്നവർക്ക് കർത്താവിനെ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് ഈ സാക്ഷി കുമ്പാരം കടന്ന് നീ ഇങ്ങോട്ടോ ഞാൻ അങ്ങോട്ടോ വരത്തില്ല. അവർ രണ്ടുപേരും തമ്മിൽ പിരിഞ്ഞു. നിങ്ങൾക്കറിയാമോ, പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യാക്കോബിനെ അലട്ടുന്ന ഗഹനമായ സബ്ജക്റ്റാണ് 21 കൊല്ലങ്ങൾക്ക് മുമ്പ് താൻ കളിപ്പിച്ചിട്ട് പോയ ഏശാവ്. യാബോക്കിന്റെ കടവിൽ വന്നു. ആ വാക്യം നമുക്ക് നോക്കണം. ജനസീസ് എടുത്തേ, 2 വാക്യം ഒന്ന് വായിച്ചേ പറ്റത്തുള്ളൂ. 32-ാം അധ്യായം എടുക്കണം. സ്തോത്രം. അതിനകത്തെ 2 വാക്യങ്ങളൊന്ന് വായിച്ചെങ്കിലേ അതിന്റെ ഗഹനമായ ചിന്ത നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ഇതോ ഇങ്ങോട്ട് നോക്കും. 6-ാമത്തെ വാക്യം, 32-ന്റെ 6-ാമത്തെ വാക്യം. യാക്കോബ് അവന്റെ അടുക്കൽ മടങ്ങി വന്നു. ദൂതന്മാർ യാക്കോബിന്റെ അടുക്കൽ മടങ്ങി വന്നു. ഞങ്ങൾ നിന്റെ ദാസനായ സഹോദരനായ ഏശാവിന്റെ അടുക്കൽ പോയി വന്നു. വായിച്ചോ. അവൻ 400 ആളുമായി നിന്നെ എതിരേൽപ്പാൻ വരുന്നു എന്ന് പറഞ്ഞു. 400 ആളുകളുമായി നിന്നെ എതിരേൽപ്പാൻ വരുന്നു. അടുത്ത വാക്യം. അപ്പോൾ യാക്കോബ് ഏറ്റവും ഭ്രമിച്ചു. അപ്പോൾ യാക്കോബ് ഏറ്റവും അധികമായിട്ട് ഭ്രമിച്ചു. വായിച്ചോ. ഭയപരവശനായി. അർത്ഥം ഭ്രമിച്ച് പേടിച്ചു പോയെന്ന. തന്നോടുകൂടെ ഉണ്ടായിരുന്ന ജനത്തെയും ആടുകളെയും കന്നുകാലികളെയും ഒട്ടകങ്ങളെയും 2 കൂട്ടമായി വിഭാഗിച്ചു. ഏശാവ് ഒരു കൂട്ടത്തിന്റെ നേരെ വന്ന് അതിനെ നശിപ്പിച്ചാൽ മറ്റേ കൂട്ടത്തിന് ഓടിപ്പോകാമല്ലോ എന്ന് പറഞ്ഞു. 400 പേരെയും കൊണ്ട് എന്റെ കൂടെ നിങ്ങൾ വന്നേ. ഒരു പക്ഷെ വായിച്ചാൽ സമയം പോകും. 400 പേരെയും കൊണ്ട് ഏശാവ് തന്നെ എതിരേൽക്കാൻ വരുന്നു എന്ന് കേട്ടപ്പോൾ യാക്കോബ് എന്ത് ചെയ്തു? ഭ്രമിച്ചു, പേടിച്ചു, ഭയപരവശനായി. കാരണം എന്നാ? ചേട്ടൻ വന്നാൽ എന്നെ ഒരുപക്ഷെ തീർത്ത് കളയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെയ്ത കാര്യം തന്റെ സമ്പത്ത് മൊത്തം 2 കൂട്ടമാക്കി. ഒരു കൂട്ടം അപ്പുറത്ത്, ഒരു കൂട്ടം ഇപ്പുറത്ത്. അതെന്താ അങ്ങനെ? ഒരു കൂട്ടത്തിന്റെ നേരെ വന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം, ചേട്ടൻ അങ്ങോട്ട് വന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. അവന്റെ ഒരു സ്ട്രാറ്റജിയാ. 2 കൂട്ടമായിട്ട് ആക്കി. എന്നിട്ട് അയാൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ഒരു വടിയോടുകൂടെ ഞാൻ ഇക്കരയ്ക്ക് വന്നു. ഈ 2 കൂട്ടമാക്കി നീ എന്നെ തീർത്തു. ഈ പ്രതിസന്ധിയിൽ നീ എന്നെ എന്ത് ചെയ്യണം? കാക്കണം. എന്നിട്ടും പുള്ളിക്ക് സമാധാനം വന്നില്ല. ചെയ്ത കാര്യം കേൾക്കണോ? ദാസന്മാരെ വേർതിരിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കുറച്ച് മൃഗങ്ങളുമായിട്ട് ഫ്രണ്ടിലോട്ട് പോകണം. അപ്പോ ഏശാവ് വരും. ഒരു ടീമിനെ വിട്ടേച്ച് പറഞ്ഞു, നിങ്ങൾ അവരുടെ പുറകിൽ പോകണം. അതെന്തിനാ? ചേട്ടൻ വരുമ്പോൾ അവരോട് ചോദിക്കും, നിങ്ങൾ ആരുടെ വക, ഇത് ആർക്കുള്ളത്? അപ്പോൾ അവര് പറയണം, ഞങ്ങൾ നിന്റെ ദാസനായ യാക്കോബിന്റെ ദാസന്മാരാണ്. ഇത് മൊത്തം ഞങ്ങളുടെ യജമാനൻ നിനക്ക് തന്നിരിക്കുന്നു. അർത്ഥാൽ ഇംപ്രസ് ചെയ്യാനായിട്ടാ. അടുത്ത ടീമിനെ കാണുമ്പോൾ വീണ്ടും ഇഷ്ടംപോലെ സമ്പത്ത്. ഈ സമ്പത്തുകൾ കൊടുക്കുമ്പോൾ ഏശാവിന്റെ മനസ്സ് മാറും. എന്നെ ഉപദ്രവിക്കത്തില്ലെന്നുള്ള ചിന്തയിലാണ് യാക്കോബ്. അവിടെ ഭാഗം പഠിക്കുമ്പോൾ അങ്ങനെ. നിങ്ങൾക്കറിയാമോ, ഇതൊക്കെയായിട്ടും പുള്ളിക്ക് സമാധാനം വന്നില്ല. അന്ന് രാത്രി പുള്ളി ഒരു കാര്യം ചെയ്യുന്നുണ്ട്. യാബോക്കിന്റെ കടവിൽ തനിക്കുള്ളത് മുഴുവൻ അക്കരെ ശേഷിപ്പിച്ചിട്ട് താൻ തനിയെ ശേഷിച്ചു എന്നൊരു വാക്യം ബൈബിളിനകത്തുണ്ട്. തനിയെ ശേഷിച്ചു എന്ന് പറഞ്ഞ്
ഇത് മുഴുവൻ അക്കരയ്ക്ക് വിട്ടിട്ടും ആൾക്ക് സമാധാനം വരാത്തത് കൊണ്ട് പുള്ളി മനസ്സിൽ ചിന്തിച്ചു, ഇനി എന്തെല്ലാം ചെയ്താലും ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ഒരര മണിക്കൂർ എനിക്ക് തനിയെ ഇരിക്കാൻ കിട്ടിയാൽ പരിഹരിക്കാവുന്ന സബ്ജക്റ്റ് ഇവിടെ ഉള്ളൂ. മനസ്സിലായവർക്കായി കർത്താവിനെ ഇന്ന് സ്തോത്രം ചെയ്യുന്നു. ചേർന്ന കരമുയർത്തി ശക്തിയോട് ഹല്ലേലൂയ പറ. ഭാര്യനെയും പിള്ളേരെയൊക്കെ അക്കരെ കടത്തിയിട്ട് യാക്കോബ് തനിയെ ശേഷിച്ചു എന്നൊരു വാക്യമുണ്ട്. യാബോക്കിന്റെ കടവിൽ മറ്റാരുമില്ല, യാബോക്കിന്റെ കടവിൽ യാക്കോബ് മാത്രം ഒറ്റയ്ക്കിരുന്നു. അവിടെ പറയുന്നില്ലെങ്കിലും ഹോശയ 12:2 വാക്യത്തിൽ പറയുന്നു, അവൻ അവിടെ ഇരുന്ന് കരഞ്ഞെന്ന. ഭാര്യയുടെ മുമ്പിൽ കരഞ്ഞില്ല, ഒറ്റയ്ക്ക് കരഞ്ഞു. മക്കളുടെ മുമ്പിൽ കരഞ്ഞില്ല, മാറിയിരുന്ന് ഒറ്റയ്ക്ക് കരഞ്ഞു. അവൻ കരഞ്ഞ് അപേക്ഷിച്ചെന്ന. നിങ്ങൾക്കറിയാമോ, അവൻ കരഞ്ഞു, ആ രാത്രി പ്രാർത്ഥിച്ചു. ആ രാത്രിയിലെ അരമണിക്കൂറത്തെ പ്രാർത്ഥനയുടെ ഫലമാണ് കുത്തിക്കൊല്ലാമെന്നവൻ ചുംബനം കൊടുത്തിട്ട് പോയി. യാക്കോബല്ല ചുംബിച്ച്, ഏശാവ ചുംബിച്ച്. ഓടിച്ചെന്നത് യാക്കോബല്ല, ഏശാവ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയുള്ള പ്രാർത്ഥനകൾ നിന്റെ ചരിത്രത്തെ മാറ്റുമെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അല്പനിമിഷങ്ങൾ ചേർന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് ഒരു 2 മിനിറ്റ് കരമടിച്ച് കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് ആരാധിച്ചാട്ടെ. ഒരു 2 മിനിറ്റ്. മരണം മാറുന്ന പകലായത്, മരണം മാറുന്ന പകൽ. താങ്ക് യു ജീസസ്. ഒടുങ്ങാത്ത പകയോട് കൂടെ നിനക്കെതിരെ അലറിയെടുക്കുമെന്ന് നീ ചിന്തിക്കുന്ന ചില ഇരുട്ടിന്റെ മേഖലകൾ ഇന്ന് പകൽ നിന്റെ കൂടാരം വിട്ട് വഴിമാറുന്ന പകലാണെന്ന് ആത്മാവ് സംസാരിച്ചാൽ ഈ പകൽ അറിഞ്ഞ് സ്തോത്രം ചെയ്യാൻ അകത്ത് നിയോഗം പ്രാപിക്കുന്നു എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്? somebody shout hallelujah. സ്തോത്രം. അയാൾ പറഞ്ഞു, ഒരു അര മണിക്കൂർ എനിക്ക് കിട്ടിയാൽ മതി, ഞാൻ ബാക്കി കാര്യം എന്ത് ചെയ്തോളാം. ഹലോ, എന്നോട് നിങ്ങളുണ്ടോ? 21 കൊല്ലങ്ങൾക്ക് ശേഷം യാക്കോബ് തനിയെ ശേഷിച്ച രാത്രി. അതിനു മുമ്പില്ല. പണ്ട് ലൂസിൽ തനിയെ, പിന്നെ ഭാര്യമാരായി, കുഞ്ഞുങ്ങളായി, ആടായി, മാടായി, യാത്രയായി, ഒറ്റയ്ക്കില്ല. പിന്നെ ഒറ്റയ്ക്ക് ശേഷിച്ച ആ രാത്രി പറഞ്ഞ പണ്ട് ഒരു രാത്രി എൻ്റെ ഓർമ്മയിലുണ്ട്. തമ്പുരാൻ ഇറങ്ങി വന്ന രാത്രി. അതുപോലത്തെ ഒരു രാത്രി കിട്ടിയാൽ കാര്യങ്ങൾക്ക് പരിഹാരമാണ്. സ്തോത്രം. എന്നോട് നിങ്ങളുണ്ടോ അതോ ചുമ്മാരിക്കുവാണോ? വലിയൊരു ആത്മമണ്ഡലത്തിലാണ് ഞാൻ ഇന്ന് പകൽ നിൽക്കുന്നേ. തിരിച്ചറിയുന്നവർക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കരമുയർത്തി ഹല്ലേലൂയ പറയാമോ? PV ആശാരി ഉപദേശി എന്ന് പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ടൊരു ശുശ്രൂഷകൻ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഒരു ഡെലിവറി സമയത്ത് അദ്ദേഹത്തോട് ദൈവം പറഞ്ഞു, ഇവിടുന്ന് പോകണം ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട്. ഇന്നത്തെ പോലെ മൊബൈലോ വാട്സപ്പോ ഫോണോ ഉള്ള സംവിധാനമുള്ള കാലഘട്ടമല്ല, നിങ്ങൾക്കറിയാം. ഭാര്യ പ്രസവ വേദന എടുക്കുന്ന സമയത്ത് PV ആശാരി ഉപദേശി മിനിസ്ട്രിക്ക് വേണ്ടി ചെന്നു. 16-ാം പക്കം അങ്ങോട്ട് തിരിച്ചു വരുന്നത് ചരിത്രം എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. സന്ദർഭവശാൽ ഓർമ്മയിൽ വന്നതുകൊണ്ട് പറയുന്നെന്നുള്ളതാണ്. ഒരു മലയുടെ മുകളിൽ വെച്ച് തൻ്റെ മോടെ കല്യാണം നടക്കുന്ന സമയത്ത് പന്തലെല്ലാം കെട്ടി കല്യാണം ഒരുങ്ങുമ്പോൾ കാർബേഖം ഇങ്ങനെ മൂടാൻ തുടങ്ങി, പെരുമഴ പെയ്യാൻ തുടങ്ങി. ആൾക്കാരൊക്കെ പറഞ്ഞ്, നീയെ ഹൈന്ദവ മാർഗം വിട്ടുപോയത് കൊണ്ട് ഗണപതിയുടെ കോപമാ, തേങ്ങ അടിച്ചേ പറ്റത്തുള്ളൂ, എന്നാലേ ഇതിനകത്ത് പരിഹാരം വരത്തുള്ളെന്നാ. സ്തോത്രം. പക്ഷേ പുള്ളിക്കാരൻ ചെയ്ത കാര്യം, ഒരു തേങ്ങ എടുത്തില്ല. പുള്ളി പറഞ്ഞു, നേരെ ഒരു മെഴുകുതിരിയും കത്തിച്ചോണ്ട് പുള്ളിയുടെ മുറിക്കകത്തോട്ട് പോയിട്ട് ദൈവത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ മോളെ എൻ്റെ ഭാര്യ പ്രസവിക്കാൻ കിടക്കുന്ന സമയത്ത് നിന്റെ വേലയ്ക്ക് പോയ ആളാണ് ഞാൻ. തിരിച്ചു വന്നപ്പോൾ 16 ദിവസമായി. ആ മോടെ കല്യാണമായി. ഇന്ന് മഴ പെയ്താൽ ഞാൻ ഈ പന്തലും കത്തിക്കും, നിന്നെയും വിടത്തില്ല. മനസ്സിലാക്കുന്നുണ്ടോ? ദൈവത്തോട് പറഞ്ഞ ഭാഷയാ. ഈ പന്തലും ഞാൻ കത്തിക്കും, നിന്നെയും വിടത്തില്ല. അവിടെ മഴ പെയ്തില്ലെന്ന് അകത്തോട്ട് കയറി മുട്ടുമടക്കിയിട്ട് പറഞ്ഞു, ഇല്ല ഇവിടെ മഴ പെയ്യാൻ പാടില്ല. മഴ പെയ്തില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ചരിത്രം പറയാം. ഏമൻ സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ഏമൻ സ്തോത്രം. നമ്മുടെ ഏമൻ ഉണ്ണുണ്ണി സാറാന്ന് തോന്നുന്നു ഒരിക്കൽ നോർത്ത് ഇന്ത്യയിൽ, ട്രിവാൻഡ്രം ഭാഗത്ത് പ്രസംഗിക്കാൻ അങ്ങോട്ട് പോയ സമയത്തിൽ ചരിത്രം ഒരു പക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. മഴ പെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇരുണ്ട് കൂടി നിൽക്കുക, ദൂതൊരുക്കാതെ ഇങ്ങനെ പാദപ്പെട്ട് നിൽക്കുമ്പോൾ ഒരു സാധുവായ മനുഷ്യൻ പറഞ്ഞു, അപ്പച്ചൻ കയറി ദൂതൊരുക്കിക്കോ, മഴയുടെ കാര്യം ഞാൻ ടേക്ക് കെയർ ചെയ്തോളാം, മഴ ഞാൻ നോക്കിക്കോളാം, അപ്പച്ചൻ ദൂതൊരുക്കിക്കോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ശ്രദ്ധിച്ച് പിടിച്ചവരുടെ നാടാ കേരളം. മനസ്സിലായവർക്കായി കർത്താവിന് സ്തോത്രം. സമയം നോക്കാതെ പിടിക്കാൻ കരുത്തുള്ള നാടാണ് കേരളം. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ആന്നച്ചാ ഇന്ന് പകൽ നിങ്ങൾക്ക് എന്റെ കൂടെ നിങ്ങൾ ഉണ്ടോ എനിക്ക് അറിയത്തില്ല. ഉണ്ടെങ്കിൽ ഇന്ന് പകൽ നീ ജയം കൊണ്ട് നിന്റെ വണ്ടിക്കകത്ത് കയറത്തുള്ളൂ. വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഏത് മാരകമായ വിഷയമായാലും എത്ര ഉന്നതമായ വിഷയമായാലും ഇന്ന് പകൽ നിന്റെ മേൽ സൗഖ്യത്തിന്റെ കരം വെളിപ്പെടാൻ എന്റെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. വിശ്വസിക്കുന്നെങ്കിൽ അല്പനിമിഷങ്ങൾ ആ കാര്യം ഒന്ന് അടിച്ചോരിച്ച് ദൈവത്തെ സ്തുതിച്ചാരാധിക്കേ. യേശുവിന്റെ രക്തത്താല് ചെയ്യും, യേശുവിന്റെ രക്തത്താല് ചെയ്യും, യേശുവിന്റെ രക്തത്താല് ചെയ്യും. നന്ദിയോട് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടി ആ കരമൊന്ന് വീശി ദൈവത്തെ ആരാധിച്ചാട്ടെ. അന്യഭാഷ പറയും ദൈവമക്കൾ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചാരാധിച്ചാട്ടെ. ആത്മനിവൃത്തിയിൽ ദൈവത്തെ സ്തുതിച്ചാരാധിച്ചാട്ടെ. ഈ പകൽ സ്വർഗത്തിന്റെ കരം നിന്റെ മേൽ ഇറങ്ങി വരുന്നുണ്ട്. നിന്റെ തലമേൽ അഭിഷേകത്തിന്റെ സാന്നിധ്യത്തെ ദൈവം പകരുന്നുണ്ട്. റിസീവ് ദ പവർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ദൈവശക്തി പ്രാപിച്ച് ഇപ്പോൾ ആരാധിച്ചു കയറോ. അസ്തർജനാദി അന്തർജനാദന. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. രാത്രിയിലെ യാക്കോബിന്റെ പ്രാർത്ഥന. ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയാണ്, എന്നെ വിടു, ഉഷസ്തുതിക്കുന്നു, എന്നെ വിടുക. ആരെ പിടിച്ചെന്നറിയാമോ? യാക്കോബ്. യാക്കോബിനെ കുറിച്ച് എൻ്റെ മുമ്പത്തെ വാക്ക് എന്നറിയാമോ? അയാൾ പറയുന്നൊരു കാര്യമുണ്ടേ. ദേ പകൽ വെയിൽ കൊണ്ടും രാത്രി ശീതം കൊണ്ടും ഞാൻ ക്ഷയിച്ചു. അങ്ങനെ ആ വാക്യം. യാക്കോബ് പറയാണ്, അങ്ങോട്ട് പോയ ആളല്ല ഞാൻ, ഇങ്ങോട്ട് വന്നു. ലാബാൻ്റെ ആട് എന്നൊക്കെ പറഞ്ഞിട്ട് പകലും രാത്രിയിലും ഇങ്ങനെ വെയിൽ കൊണ്ടും ശീതം കൊണ്ടും ഞാൻ അങ്ങ് ക്ഷയിച്ചു. അദ്ദേഹം പറയുന്നത് ഞാൻ ക്ഷയിച്ചെന്നാ. അങ്ങോട്ട് നോക്കൂ. അപ്പോൾ ഫിസിക്കലി ക്ഷയിച്ചവൻ പിടിച്ചു ദൂതനെ. ദൂതൻ പറയാ, എന്നെ വിട്, ഞാൻ പോട്ടെ, എന്നെ വിട്. അയാളെ പറയാം, ഞാൻ വിടത്തില്ല. ക്ഷയിച്ചവൻ. അപ്പൊ ദൂതനെ പിടിക്കാൻ ഫിസിക്കൽ സ്ട്രെങ്ത് ഒന്നും ആവശ്യമില്ല. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൂതനെ പിടിക്കാൻ ശാരീരിക ബലത്തിന്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ പിടിക്കാനും പറ്റത്തില്ല. ഒരു രാത്രി 1,85,000 പേരെ കൊന്ന ദൂതന്, അടിച്ചു കളഞ്ഞ ദൂതന് യാക്കോബ് ഒന്നുമല്ല. പക്ഷെ ആ ക്ഷയിച്ചു പോയവൻ പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചല്ലാതെ വിടത്തില്ല. ദൂതൻ പറയാ, വിടട്, എന്നെ വിടട. നേരം വിളിക്കുന്നു. വിടുന്നില്ലെന്ന് കണ്ടപ്പോ ചോദിച്ചു, നിന്റെ പേരെന്നാ? അയാൾ പറഞ്ഞു, യാക്കോബ് എന്ന്. അപ്പൊ ദൂതൻ പറയാം, നോ, നീ യാക്കോബ് അല്ല, നിന്റെ പേര് ഞാൻ മാറ്റുക. ഇന്ന് മുതൽ നിന്റെ പേര് ഇസ്രായേൽ എന്നാണ്. അന്ന് പറഞ്ഞ അർത്ഥം കോൺസെൻട്രേറ്റഡ് പ്രയർ ആണെങ്കിൽ നിന്റെ അഡ്രസ് മാറാൻ തുടങ്ങും. രക്തം ചെയ്യാം. ഉദായി എന്ന് പറയുന്ന ആട്ടിടയനല്ല, ഇസ്രായേൽ ദൈവത്തിന്റെ പ്രഭു എന്ന് പറയുന്ന നെക്സ്റ്റ് തലം, പുതിയ തലത്തിലേക്ക് നിന്റെ പേര് മാറ്റും. വിശ്വസിക്കുന്നവർക്ക് കർത്താവിന് ഇന്ന് പകൽ സ്തോത്രം ചെയ്യുന്നു. എന്റെ കൂടെ നിങ്ങൾ പ്രതികരിക്കാനുണ്ടോ? ഈ പകൽ പ്രാപിക്കാൻ എന്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ ഒരിക്കൽ കൂടി ശക്തിയോടെ. ഞാൻ ചോദിച്ചു എന്തിനാ പേര് മാറ്റിയത്? അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി, പാസ്റ്ററെ, പേര് മാറ്റാൻ കാരണമുണ്ട്. ഇയാൾ 130-ാമത്തെ വയസ്സിൽ മിസ്രൈമിലോട്ട് പോകുക എന്നൊരു സംഭവം നമുക്കറിയാം. അങ്ങോട്ട് പോകുമ്പോ അവിടുത്തെ ഫറവോൻ ചോദിക്കുന്നുണ്ട്, പിതാവേ അങ്ങേക്ക് എത്ര വയസ്സായി? അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, പരദേശ പ്രയാണ യാത്രയുടെ 130-ാമത്തെ കൊല്ലം എന്ന് പറഞ്ഞിട്ട് ഫറവോനെ യാക്കോബ് ബ്ലസ് ചെയ്തു. ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു. അതാണ് സിസ്റ്റം. അപ്പൊ ഫറവോനെ ബ്ലസ് ചെയ്യണമെങ്കിൽ ഇയാൾ അയാളെക്കാൾ ടോപ്പായിരിക്കണം. അപ്പൊ ആരാ ഫറവോൻ? നോക്കൂ, അബ്രഹാമിന്റെ കാലത്ത് ക്ഷാമം ഉണ്ടായി. അബ്രഹാം മിസ്രൈമിൽ ചെന്നു. ഇസഹാക്കിന്റെ കാലത്ത് ക്ഷാമം ഉണ്ടായി. ഇസഹാക്ക് മിസ്രൈമിൽ പോകാൻ തുടങ്ങി. യാക്കോബിന്റെ കാലത്ത് ക്ഷാമം ഉണ്ടായി. യാക്കോബ് മിസ്രൈമിൽ പോയി. അപ്പൻ, മകൻ, കൊച്ചുമകൻ, 3 ജനറേഷൻ ക്ഷാമം. 3 തലമുറകളും ഫുഡടിക്കാൻ പോയ സ്ഥലം മിസ്രൈം. കാരണം എന്നാ? മിസ്രൈം അന്നത്തെ സമ്പന്ന രാജ്യമാണ്, പട്ടിണി രാജ്യമല്ല. ഒരു സമ്പന്ന രാജ്യത്തിലെ രാജാവിനെ അനുഗ്രഹിക്കണമെങ്കിൽ അനുഗ്രഹിക്കുന്നവൻ
അവൻ ആട്ടിടയനായ പോരാ, അയാൾ അതിന്റെ മേളിലോട്ട് കയറണം. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. ഉയർന്നവൻ താണവനെ ബ്ലസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ സമ്പന്ന രാജ്യത്തെ രാജാവിനെ അനുഗ്രഹിക്കണമെങ്കിൽ ഇയാൾ അതിന്റെ മേളിൽ കയറണം. അതിന്റെ മേളിൽ കയറിയ പ്രാർത്ഥനയാണ് യാബോക്കിന്റെ കടവിലെ ശ്രദ്ധയുള്ള പ്രാർത്ഥന. വിശ്വസിക്കുന്നവർക്ക് കർത്താവിനെ ഇന്ന് പകൽ സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ പറയുമ്പോ നമുക്കൊന്നും അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഏലപ്പാറയ്ക്കപ്പുറത്ത് കെലിബറിയ എന്ന് പറയുന്ന ഒരു ചെറിയ കുഗ്രാമമുണ്ട്. അതാണ് എൻ്റെ ജന്മസ്ഥലം. സ്തോത്രം. എൻ്റെ ചിന്ത ശരിയാണെങ്കിൽ ഈ പ്രാർത്ഥനയുടെ പ്രാരംഭ ദിവസങ്ങളിൽ എൻ്റെ മൂത്ത സിസ്റ്ററോട് പ്രസംഗിച്ചിരുന്നു വാൻസി. ഞാനിതിനകത്തുണ്ട്. ഞങ്ങളുടെ ഏലപ്പാറയ്ക്ക് അടുത്ത് ഒരു കെലിബറിയ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഞങ്ങളുടെ സ്ഥലം. കുടികാരനായ അപ്പൻ, ആസ്മ പേഷ്യൻ്റായ എൻ്റെ അമ്മ, ഗതികെട്ട കുടുംബം. എനിക്ക് 10-12 വയസ്സുള്ളപ്പോൾ ഒരു രാത്രി ഞങ്ങളെ 3 പേര്, എനിക്കൊരു സിസ്റ്ററുണ്ട് ആശ, അവളുടെ ഹസ്ബൻഡ് പാസ്റ്ററാണ് ബൈജു കട്ടപ്പന എന്ന് പറയും. അപ്പം ഞാൻ, എൻ്റെ മൂത്ത സിസ്റ്റർ ആൻസി, എൻ്റെ ഇളയ സിസ്റ്റർ ആശ, ഞങ്ങളെ 3 പേരെയും കൂടെ പിടിച്ചോണ്ട് എൻ്റെ അമ്മ പറഞ്ഞൊരു രാത്രിയിൽ നമുക്കൊന്ന് ആത്മഹത്യ ചെയ്തേക്കാം. ഇന്ന് രാത്രി കൊണ്ട് കാര്യങ്ങൾക്ക് നിക്കുപോക്ക് വരും. അമ്മ രോഗിയും അപ്പൻ കുടിയനും, ഗതികിട്ടാത്ത കുടുംബം. ഈ മുളക്കുഴ ബൈബിൾ സ്കൂളിൽ 98 ഞാൻ പഠിക്കാൻ വരുമ്പോൾ ആദിവാസിക്ക് വേണ്ടി കുവൈറ്റിലെ സാറുമാര് അയച്ചു കൊടുത്ത 2 യൂസ്ഡ് ക്ലോത്ത്സ്, പഴകിയ വസ്ത്രം എടുത്തോണ്ട് മുളക്കുഴ പഠിക്കാൻ വന്നവനാ. കൂടെ പഠിക്കുന്നവന്റെ മുടി വെട്ടിയ എണ്ണയും സോപ്പ് മേടിച്ച് കൂടെ പഠിക്കുന്നവന്റെ മുടി വെട്ടുമ്പോൾ 5 രൂപ കിട്ടും. മനസ്സിലാക്കുന്നുണ്ടോ? അങ്ങനെ 5 രൂപ കിട്ടി മുളക്കുഴ ബൈബിൾ സ്കൂളിൽ 3 കൊല്ലം പഠിച്ചാലാ. ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് പോകുമ്പോൾ എൻ്റെ വയസ്സ് 10, എൻ്റെ ശമ്പളം 5. ജോലിക്ക് പോകാൻ കാരണം അമ്മയുടെ വാക്ക, നമുക്ക് ആത്മഹത്യ മരിച്ചേക്കാം, മരിക്കാൻ പേടിയായി. ഞാൻ പറഞ്ഞു വേണ്ട, നാളെ തൊട്ട് ജോലിക്ക് പോയേക്കാം. നിവർത്തിയില്ലാത്ത കുടുംബത്തിലെ അംഗമായിരുന്നു. പക്ഷെ ഒരു ദിവസം ഒരു 21 days പ്രാർത്ഥന നടന്നു. അതിന്റെ 10ാമത്തെ ദിവസം എന്നോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു. ഇന്ന് നിന്റെ അകത്തൊരു സ്പെഷ്യൽ അഭിഷേകത്തെ ഞാൻ പകരും, ഒരു പുതിയ അഭിഷേകത്തെ പകരും. ഞാൻ രാത്രി കാത്തിരുന്നു. ഒരു 10 മണി കഴിഞ്ഞപ്പോൾ എന്നെ ആത്മാവ് ഒന്ന് തൊട്ടു. ആ ഒറ്റ തൊഴിലിന്റെ പിമ്പിലെ ചരിത്രം എന്ന് പറയുന്നത് അത്ഭുതമാണ്. ആ സെക്കൻഡാണ് ഇന്ന് ഈ പ്രയർ സെന്റിൽ പ്രസംഗിക്കാൻ എന്നെ നിർത്തിയത്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. Somebody shout hallelujah. വിശ്വസിക്കാമെങ്കിൽ സ്തോത്രം ചെയ്യണം. ആത്മാവിൽ കത്തട്ടെ ഇന്ന് മകൾ കരമുയർത്തി ഹല്ലേലൂയ. കരമുയർത്തി ഹല്ല. അതാ ഞാൻ പറഞ്ഞു, ഞാൻ സത്യം പറഞ്ഞ ഇവരോട് സമയം കുറച്ചാ ചോദിച്ചേ. കാരണം എന്നോട് പറഞ്ഞു പാസ്റ്റർ 11 മണി മുതൽ 1 മണി വരെയാണ് പ്രസംഗത്തിന്റെ സമയം. 2 മണിക്കൂർ കേട്ടപ്പോഴും ഞെട്ടിപ്പോയി. ഞാൻ ചോദിച്ചു വൈകിട്ടോ? അന്നേരം പറഞ്ഞു 7 തൊട്ട് 9 വരെയാ. കേട്ടപ്പോഴും ഞെട്ടിപ്പോയി. കാരണം ഞാനിപ്പോൾ ഒരു ഫിസിക്കൽ വളരെ ക്ഷീണാവസ്ഥയിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ 1 മാസത്തിന് മുമ്പ് 90 ആയിരുന്നു എൻ്റെ തൂക്കം. ഇപ്പം നേരെ കുറഞ്ഞു, 78 79 ആയി. 11-12 കിലോ കുറഞ്ഞു. ശരീരത്തിൽ അങ്ങനത്തെ ഒരു പ്രതിസന്ധി ഞാൻ ഇപ്പം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇത്രയും സമയം വേണ്ട. എനിക്കറിയാം സമയം തന്നാ പിന്നെ ഞാൻ ഈ കഥ പറഞ്ഞു നിൽക്കത്തില്ല, എൻ്റെ ശരീരം ഒട്ട് നോക്കത്തുമില്ല. അതാ എൻ്റെ ഒരു പ്രശ്നം. സ്തോത്രം. ഈ 1.5 മണിക്കൂർ നിന്നതിന്റെ പിമ്പിൽ അതുപോലത്തെ പ്രതിസന്ധി ഉണ്ട്, എനിക്കറിയാം. പക്ഷെ എനിക്കറിയത്തില്ല ഇതിനകത്ത് കയറുമ്പോ എൻ്റെ പണ്ടത്തെ ഏലപ്പാറയും പണ്ടത്തെ ഹെലിബറിയായും അന്ന് വന്ന അഭിഷേകവും എന്ന റൂട്ടൊക്കെ ഒന്ന് ചിന്തിക്കും. അതൊക്കെ വരുമ്പോ പിന്നെ ഇവിടെ കൊണ്ട് അവസാനിച്ചാലും ഒന്നുമില്ലെന്ന് ചിന്തിക്കും. വിശ്വസിക്കുന്നവർ കർത്താവിന് ഈ പകൽ സ്തോത്രം ചെയ്യുകയാണ്. അനുഭവിക്കുന്നെങ്കിൽ ഇന്ന് പകൽ നിന്റെ മേൽ ആ അഭിഷേകത്തെ പകരാൻ എന്റെ ദൈവ ശക്തന കണ്ണുകൾ അടച്ച് അല്പം നിമിഷം ആത്മാവിൽ ജാഗരിച്ച് ആത്മാവിൽ സ്തോത്രം ചെയ്ത് ഈ പകൽക്കാലം ഒരത്ഭുതം സംഭവിക്കുന്നു. Shatala rabana hamdar janatana astal janadi andar janatal khamasiana udaba shiantoni andene gatsini andar janatana es niyogamulla es brother ninde mel abhishekate innu bagadayna pagarunundu ee meeting ine thorakam muthal thanne oru new pagarcha abhishekathinte pagarcha ninde mel aatma vayikkunundu enikku kaanam. കരമുയർത്തി ഹല്ലേലൂയ പറയാമോ? ഒറ്റ രാത്രിയിലെ പ്രാർത്ഥന ഇസ്രായേലിന്റെ പ്രഭുവാക്കിയ അയാൾ യാക്കോബ് ഫറവോനെ അനുഗ്രഹിച്ചു.
ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കും. അങ്ങനെയാണ് സിസ്റ്റം. അങ്ങനെയെങ്കിൽ യാക്കോബിൻ്റെ അന്തരീക്ഷം മാറിയത് ആ കോൺസെൻട്രേറ്റഡ് പ്രയർ, സാധുവായ ഏലപ്പറക്കാരൻ്റെ അന്തരീക്ഷം മാറിയത് ഒരു 10-ാം ദിവസം രാത്രിയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന. ഒരു 2 മിനിറ്റത്തെ അഭിഷേകം എൻ്റെ അകത്ത് വന്നു. 20ഓളം രാജ്യങ്ങൾ ഞാൻ സഞ്ചരിച്ചു. കാണുന്നത്ര കൊള്ളാത്ത പുള്ളിയല്ല, കാണാൻ ലുക്കില്ലെന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ സഞ്ചരിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കോൺഫറൻസുകളിൽ പ്രസംഗിക്കാൻ കർത്താവ് എനിക്ക് അവസരം തന്നിട്ടുണ്ട്. മലയാളമല്ലാതെ മറ്റൊരു ഭാഷ വശയില്ല, മലയാളം മാത്രമേ വശമുള്ളൂ. ഈ മലയാളം വെച്ചുകൊണ്ട് ഇംഗ്ലീഷ് മാത്രം പറയുന്ന രാജ്യത്ത് എത്രയോ വട്ടം ഞാൻ സഞ്ചരിച്ചു കഴിഞ്ഞു. എനിക്കൊന്നറിയാം, ഇതിൻ്റെയൊക്കെ മേളിലാണ് അഭിഷേകത്തിൻ്റെയും പ്രാർത്ഥനയുടെയും വാല്യൂ. വിശ്വസിക്കുന്നവർ ഒരു 2 മിനിറ്റ് കരമൊന്ന് വീശി കർത്താവിന് ഒന്ന് സ്തുതിച്ച് എഴുന്നേറ്റ് അല്പനിമിഷം ഒന്ന് എഴുന്നേറ്റ് ഇനി ദൈവത്തെ ഒന്ന് ആരാധിച്ച്, എഴുന്നേക്കാൻ നിയോഗമുള്ളവർ എഴുന്നേറ്റ് അല്പനിമിഷം ദൈവത്തെ ഒന്ന് ആരാധിച്ച്, സാന്നിധ്യം ഒന്ന് അനുഭവിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച്. ഇന്ന് പകൽ കോൺസെൻട്രേറ്റഡ്, നിന്റെ കയ്യിലാണ് നിന്റെ വിടുതൽ, നിന്റെ കയ്യിലാണ് നിന്റെ ജയം. ഏലിയാവിന്റെ പ്രാർത്ഥന ശ്രദ്ധയോടെ, യാക്കോബിന്റെ പ്രാർത്ഥന ശ്രദ്ധയോടെ, യേശുവിന്റെ പ്രാർത്ഥന ശ്രദ്ധയോടെ. ഇന്ന് പകൽ കണ്ണുകൾ അടച്ച് ആത്മാവിൽ ജാഗരിച്ച് കേറിക്കോ. ഈ പകൽ നിന്റെ ജയം. ഒരു നിമിഷം ആ കണ്ണുകളൊന്ന് അടച്ചേ. കണ്ണുകളൊന്ന് അടച്ചേ. പരിപാടി ക്ലോസ് ചെയ്തായി 2-3 മിനിറ്റുകൾ ശ്രദ്ധയോടെ കർത്താവിനെ ഒന്ന് ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളെ, ശ്രദ്ധയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞേ. അത് അനിവാര്യമാണ്. അടുത്തിരിക്കുന്ന ആൾ എന്ത് ചെയ്യുന്നു, നിന്റെ കുഞ്ഞ് എന്ത് ചെയ്യുന്നു എന്നൊന്നും നീ ചിന്തിക്കേണ്ട. നിന്റെ ബിസിനസ്സോ നിന്റെ വീടോ നിന്റെ നാടോ ഒന്നും നീ ചിന്തിക്കേണ്ട. നീ കണ്ണുകൾ അടച്ച് പ്രതീക്ഷിച്ച് കർത്താവിന്റെ അടുക്കിലേക്ക് നിന്നേ. നിനക്ക് കരമുയർത്താൻ പറ്റുമെങ്കിൽ കരമുയർത്തി അല്പനിമിഷം ഒന്ന് പ്രാർത്ഥിച്ചു. ദൈവമേ, 18ാമത്തെ പകലും ചില മിനിറ്റുകൾ കഴിയുമ്പോൾ തീരുക, 18ാമത്തെ ദിവസവും ചില മിനിറ്റുകൾ കഴിയുമ്പോൾ തീരുക. ഇതുവരെ ഞാൻ പ്രാപിക്കാത്തവരായിട്ട് മടങ്ങരുത്, ഇതുവരെ ഞാൻ ഒന്നും അനുഭവിക്കാത്തവരായിട്ട് മടങ്ങരുത്. കർത്താവേ, ഇന്ന് പകൽ നിന്റെ ശക്തി എന്റെ മേലൊന്ന് പകരണമേ. കണ്ണുകൾ അടച്ച് ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ച്